ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്, 2ാം തവണ MLA ആയതാണ്, ഓർത്തഡോക്സ് സഭക്കാരനൊരു മന്ത്രിയില്ല. അത്തരൊരു പശ്ചാത്തലത്തിൽ മന്ത്രിയാവേണ്ടതായിരുന്നില്ലേ? മന്ത്രിയാവുന്നത് കുഴപ്പമില്ല, ആവുന്നത് നല്ല കാര്യം. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ തൊഴിലാളി യൂണിയൻ പ്രശ്നത്തിലെടുക്കും. എനിക്ക് ശക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ മന്ത്രി അല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു എന്താ പറയുക ലെഗസി ഉണ്ട്. ആ ലെഗസി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ രാഷ്ട്രീയം ഒരു പിൻഗാമികൾ നമുക്കറിയില്ല ആരാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പിന്തുണച്ചക്കാർ, നമുക്കറിയത്തില്ല. ആ ഒരു സാഹചര്യം റിവൈവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. തൽക്കാലം പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന് പിൻഗാമി ഞാനാണ്. എൻ്റെ മണ്ഡലത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, IPL നടത്തണമെന്നൊരാഗ്രഹം. അതിനുവേണ്ടി ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലമുണ്ടോ അവിടെ? സ്ഥലമുണ്ടോ രാഷ്ട്രീയം അച്ചു പക്ഷേ ഇപ്പം രാഷ്ട്രീയം വിട്ട് ദുബായിൽ. രാഷ്ട്രീയം വിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അച്ഛനും രാഷ്ട്രീയ താല്പര്യമുള്ള ആളാണ് ഇപ്പോഴും. ഞങ്ങളെല്ലാം ജനിച്ച അങ്ങനെയല്ലേ, രാഷ്ട്രീയത്തിൽ താല്പര്യം. പക്ഷേ അച്ചു ദുബായിലായി പോയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എപ്പോൾ വേണേ വന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വരുമാന സോഴ്സ് ഇല്ല, വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ കാറിൻ്റെ ഫൈൻ വെച്ച് ഇവിടെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ ബാറിൻ്റെ സാധനം വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതാണോ ഏതെങ്കിലും സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈറ്റീരിയ? മുഖ്യമന്ത്രി കാണുന്ന സ്വപ്നം പോർട്ട് സിറ്റി എന്നുള്ളതാണ്. കേരളം ഒരു പോർട്ട് സിറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശയം. അത് സിംഗപ്പൂർ വളർന്ന പോലെ, ദുബായ് വളർന്ന പോലെ നമ്മുടെ വിഴിഞ്ഞ് ഉപയോഗിച്ച് മാത്രം നമുക്ക് കേരളത്തെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് പ്രധാനമായി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് കേരളത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനാണ്. നമുക്കിപ്പോൾ അതിനകത്താണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ പ്രാവശ്യം എൻ്റെ ആവശ്യവും പുതുപ്പള്ളിയിൽ IT പാർക്കാണ്. കാരണം കോട്ടയത്തിൽ IT പാർക്കില്ല, ബാക്കി എല്ലാ സ്ഥലത്തും IT പാർക്കുണ്ട്. എന്തിനായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ ഈ സോളാർ കമ്മീഷൻ പേര് ആവും പകൽ വരുന്നത്? അത് തെറ്റായിരുന്നു തോന്നിയിട്ടുണ്ടോ? ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പം നമ്മൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു, പിന്നെ ബാംഗ്ലൂർ കുറച്ചാളുണ്ടായിരുന്നു അല്ലേ? അവസാന നാളുകൾ അതൊരു ഞാൻ റിക്കലക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ്. അത്രയ്ക്ക് മോശമായിരുന്നു. ഈ പറഞ്ഞ മെഡിസിൻ അദ്ദേഹത്തെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. ഈ മോഡേൺ മെഡിസിൻ കൊടുത്തുകൊണ്ടാണോ അതോ? പൂർണ്ണമായി. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു നേതാവിനെയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും അതിലദ്ദേഹം അഭിമാനിക്കുക തന്നെ ചെയ്യുന്നെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളീയ സമൂഹത്തിന് രാഷ്ട്രീയത്തിലൊരു പുതിയ വഴി വെട്ടിത്തെളിച്ച് ആ വഴിയിലൂടെ നമ്മളെ ആവേശം കൊള്ളിക്കുന്ന നേതാവായി മാറിയിരിക്കുന്നു ചാണ്ടി ഉമ്മൻ. സംസാരിക്കാം ചാണ്ടിയുടെ ജീവിതത്തെക്കുറിച്ച്, ചാണ്ടിയുടെ സ്വപ്നങ്ങളെക്കുറിച്ച്. നമസ്കാരം. നമസ്കാരം. എനിക്ക് അറിയാനുള്ള ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ചാണ്ടി എവിടേക്കാണ് പഠിച്ചത്? പുതുപ്പള്ളി സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്താണ്. ആദ്യം കാർമൽ സ്കൂളായിരുന്നു. അച്ഛൻ ഇവിടെ ആയിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെ ആയിരുന്നുണ്ട്, വീട് ഇവിടെ ആയിരുന്നുണ്ട്. അപ്പം 1ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. കാർമൽ സ്കൂളിൽ പഠിച്ചു. ഇപ്പം 2ാം ക്ലാസ്സിലോട്ട് അമ്മയ്ക്ക് ലയോള ചേർക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പം അപ്പ ഒട്ടും പറയത്തുമില്ല. അവസാനം ശുപാർശ ചെയ്തില്ല. അപ്പം അന്ന് മറ്റൊരാൾക്ക് വേണ്ടി അച്ഛനെ അപ്പ വിളിച്ചു. അപ്പം അങ്ങനെ അച്ഛൻ എങ്ങനെയോ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് ചോദിച്ചെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് അവിടെ ലയോള കയറുന്നത്. ഇപ്പോൾ ലയോളയിൽ ഒരു 7th വരെ ഉണ്ടായിരുന്നു, പിന്നെ സെൻറ് തോമസിലായിരുന്നു. അപ്പം 3 സ്കൂളുകളിലാണ് ഞാൻ ട്രിവാൻഡ്രം. CBSE ആയിരുന്നു, ത്രൂ ഔട്ട് ICC ആയിരുന്നു. അപ്പം എനിക്ക് ICC പഠിക്കണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് യുവാനിസിൽ ഞാൻ ഡൽഹിക്ക് പോയി. കാരണം എനിക്ക് അല്ലല്ല യുവാനിസിൽ ഞാൻ എക്കണോമിക്സ് ഒരു വർഷം പഠിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് സെൻറ്റ് സ്റ്റീവൻസിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ സെൻറ് തോമസ് വെച്ച് പറഞ്ഞു സെൻറ്റ് സ്റ്റീവൻസിൽ പോകണം. അപ്പോൾ അവിടെ 2004 കിട്ടിയത്. അപ്പോൾ സെൻറ്റ് സ്റ്റീവൻസിൽ പോയി. അവിടെ 247 പഠിച്ചതിന് ശേഷം പിന്നെ ലോ ഫാക്കൽറ്റി പോയി ലോ എടുത്തു. അല്ല, അവിടെ എന്താ ആദ്യം പഠിച്ച ഡിഗ്രി ചെയ്തത്? BA ഹിസ്റ്ററി ഓണേഴ്സ്. അപ്പോൾ എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി എൻ്റെ കോളേജിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, സ്കൂളിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ചരിത്രമായിരുന്നു. അപ്പം അങ്ങനെ അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ലോ എടുക്കണമെന്ന് ആഗ്രഹം വന്നു. ലോ എവിടെ പഠിച്ചു? അത് ലോ ഫാക്കൽറ്റി 3 സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിൻ സെൻറ്റർ ക്യാമ്പസ് ലോ സെൻറ്റർ ഉണ്ട്, CLC. അപ്പോൾ അവിടെയാണ് പഠിച്ചത് ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ MA എടുത്തു ആർട്സ് ഫാക്കൽറ്റി, അതും ഡൽഹി യൂണിവേഴ്സിറ്റി. പിന്നെയാണ് ഞാൻ 2 LLM കൂടി ചെയ്തു. 2 LLM? ശരി. ആദ്യത്തെ ആകെ 3 LLM എടുത്തോ? അല്ല, മാസ്റ്റേഴ്സ് ഇൻ ഹിസ്റ്ററി എടുത്തു. 2 LLM എടുത്തു. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ 15-16. പിന്നെ 18-19 ഞാൻ
നമ്മുടെ ഡൽഹിയിൽ നിന്ന് NLU എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ക്രിമിനോളജിയിൽ എടുത്തു. ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ ഫുൾ ടൈം പോയി പഠിച്ചോ അതോ പാർട്ട് ഫുൾ ടൈം പഠിച്ചു. ഫുൾ ടൈം അവിടെ പഠിച്ച പോലെ ഒരിടത്തും പഠിച്ചിട്ടുമില്ല. അവിടെ അച്ഛന്മാർ പിടിച്ചിരുത്തി പഠിപ്പിച്ചു എന്ന് ഞാൻ പറയും. അവിടെ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഞാൻ ഈ നെറ്റിലൂടെ ഇത് ഇങ്ങനെ അറിഞ്ഞ് ഞാൻ ചെന്നത്. അച്ഛനെ ഒരു മണിക്കൂർ അവിടെ ഒരു അച്ഛനെ വിളിച്ചിരുത്തി 1 മണിക്കൂർ കൗൺസിൽ ചെയ്തു. ഇവിടെ ചേരണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞു ചേരുമെന്ന് പറഞ്ഞു. അതെന്താ ചേരണ്ടെന്ന് പറയാം? അല്ല, അവർ അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ മക്കളെയല്ലേ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എവിടെ? അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെ കണ്ടിട്ടാൽ തോന്നുന്നു ക്ലാസ്സിൽ കയറത്തില്ല, അറ്റൻഡൻസിൻ്റെ പ്രശ്നം, ഇതൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് പേടിപ്പിച്ച് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി അവർ അഡ്മിഷൻ തന്നു. ഈ ലോയിൽ 2 എടുക്കാൻ കാര്യം എന്താ? എന്തുകൊണ്ട് PhD-യിലേക്ക് പോയില്ല? അല്ല, PhD-യിലേക്ക് പോകാനുള്ള സമയം, കാരണം ഞാൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, പഠിപ്പിക്കാൻ തുടങ്ങി. കോടതി പ്രാക്ടീസ് ഇടയ്ക്ക്. എവിടെ പഠിപ്പിച്ചു? വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഉണ്ട്, അമിറ്റിയിലുണ്ട്. 2 സ്ഥലങ്ങളിലാണ് ഡൽഹി പഠിപ്പിച്ചിട്ടുണ്ട്. ലോ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അധ്യാപകനുമായിരുന്നു. 17 തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. 17 ജനുവരി തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. രാഷ്ട്രീയമോ? അപ്പോൾ എന്നത്തെ അവിടെ ഡൽഹി ചെന്നപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയം? ഞാനിവിടെ തന്നെ 2000 തൊട്ട് രാഷ്ട്രീയത്തിലുണ്ടല്ലോ. 2000 എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ വാർഡിൽ ഞാൻ പ്രചരണത്തിൽ തുടങ്ങിയതാണ്. എല്ലാ ഇലക്ഷനും ഞാൻ പ്രചരണത്തിലുണ്ടായിരുന്നു. ഒരു 2000 തൊട്ട് എല്ലാ ഇലക്ഷനും നോക്കിയാലും, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, അസംബ്ലി ആയിക്കോട്ടെ, ബൈ ഇലക്ഷൻസ് ആയിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, എല്ലാ ഇലക്ഷനും ഞാൻ. പുതുപ്പള്ളി മാത്രമല്ല, കേരളം മൊത്തം പോയാലും. 2008 ഡൽഹിയിൽ ഞങ്ങളൊരു തെരുവ് നാടകം, നുക്കഡ് നാടകം എന്ന് പറഞ്ഞ തെരുവ് നാടകം ഡൽഹിയിൽ അവതരിപ്പിച്ചു. ഒരു പരിപാടി രമേശ് ചെന്നിത്തല വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഡൽഹിയിൽ പ്രചരണത്തിൽ പോയിട്ടുണ്ട്. പിന്നെ 2007 രാഹുൽ ഗാന്ധിയുടെ ടൂറ് ഇന്ത്യ ഒട്ടുക്ക് വന്നപ്പോൾ എനിക്ക് ഒറീസ, ഛത്തീസ്ഗഡ്, കർണാടക ഈ 3 സംസ്ഥാനവും ഇന്ത്യ ഒട്ടുക്ക് ടൂറ് പോയിരുന്നു. അന്ന് NSUവിൻ്റെ മെമ്പർഷിപ്പിന് ചാർജ് എനിക്കായിരുന്നു. ഔദ്യോഗികമായി NSUവിലാണ് തുടക്കം. എല്ലാ സജീവമായാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം ഒഫീഷ്യൽ പോസ്റ്റ് എനിക്ക്. പക്ഷേ ഞാൻ മാർ യോഹന്നാസ് കോളേജിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു യൂണിറ്റിൻ്റെ. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഇവിടുത്തെ KSUവിൻ്റെ. പിന്നെ ഒഫീഷ്യൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രോപ്പർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇലക്ഷൻ അംഗമായിരുന്നു, നാഷണൽ ഇലക്ഷൻ കമ്മിറ്റി. പിന്നെ NSUവിലേക്കാണ് പോയത്. NSUവിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ആയിരുന്നു. അങ്ങനെ ഡൽഹിയിലായിരുന്നു. NSUവിൻ്റെ പദവി പിന്നെ കിട്ടിയില്ലേ? പിന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം അവിടെ കിട്ടിയില്ല. ഇല്ല. ഡൽഹി സെൻസിഫിസിലായിട്ടൊന്നും കിട്ടിയില്ല. എന്നെ പരിഗണിച്ചില്ല. നമുക്കറിയാല്ല എന്താ, അന്ന് സാഹചര്യം വന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് സ്റ്റേറ്റ് ഡെലിഗേറ്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ്. പിന്നെയാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയി. പിന്നെ ഒരു 6 വർഷക്കാലം ഉണ്ടായിരുന്നു പോസ്റ്റ്. പക്ഷേ എങ്കിലും ഞാൻ അത്ര സജീവമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൂടുതലും പുറത്തുള്ള രാഷ്ട്രീയത്തിൽ ഇന്നുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയത്തിനപ്പുറം യാത്ര ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അത് പിന്നെ വലുതല്ലെങ്കിൽ സിനിമ കാണും അടുക്ക്. അങ്ങനെ അല്ല, സജീവമായി ഈ ആത്മീയതയെക്കുറിച്ചൊക്കെ സംസാരിച്ച് കേൾക്കാറുണ്ടല്ലോ. അല്ല, സ്പിരിച്വാലിറ്റി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറുക. അതെങ്ങനെ സ്പിരിച്വാലിറ്റി? അത് അമ്മ കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കുക. അമ്മ, ഞാൻ കേട്ടിട്ടുള്ള അമ്മയുടേതൊരു ഒരു എന്താണ്, ഒരു കരിസ്മാറ്റിക് ഓവർ റിലീജിയസ് അത്തരത്തിലുള്ള വിശ്വാസം. പക്ഷെ നിങ്ങൾ അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യാറുണ്ട്, അത് രണ്ടും ചേരത്തില്ല? അല്ല, അങ്ങനെ ചേരായികയൊന്നുമില്ല. ഞാൻ അമ്മയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അമ്മയുടെ രീതിയിൽ അമ്മ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്. അത് ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരാളെ പ്രാർത്ഥിക്കും, പിന്നെ പ്രത്യേക പ്രശ്നം. അല്ല, ആ വിശ്വാസത്തിൻ്റെ ഒരു തീവ്രത ശക്തമായി വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇപ്പം റിലിജിയൻ എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് മാത്രമാണ്. ആ പാത്ത് സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഓവർ ദി ഇയേഴ്സ്, ഇപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഭഗവത്ഗീത വായിച്ചപ്പം എനിക്ക് കൃത്യമായൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അങ്ങനെ പല സാഹചര്യങ്ങളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് സ്പിരിച്വാലിറ്റിയിലേക്കാണ് എല്ലാം നയിക്കുന്നത്. ഒന്ന് കൂടുതൽ വിശദീകരിക്കുക. എനിക്ക് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് താല്പര്യമുള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ ഭഗവത്ഗീതയിലുണ്ടായ അനുഭവം ഒന്ന് പറയാമോ? 2:21 ഞാൻ ഒരു ദിവസം 2:21 ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത്, എങ്ങനെയാണോ മനുഷ്യൻ വസ്ത്രം മാറുന്നത് അതുപോലെയാണ് മനുഷ്യൻ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോവാണ്. മരണശേഷം
മറ്റു ശരീരത്തിലേക്ക് പോവാണ് എന്ന് എൻ്റെ അർത്ഥം വരുന്ന വേഴ്സാണ്. എനിക്കത് 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാൻഡ് ആൻഡാണ് മരിക്കുന്നത്. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് ഈ വേഴ്സാണ്. എന്നെ സംബന്ധിച്ച് അതൊരു കംഫർട്ടായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം വിഷമമാണ് എങ്കിൽ പോലും എന്നെ പിടിച്ചു നിർത്തിയ വേഴ്സാണ്. ഞാനത് സ്പിരിച്വൽ ആയിട്ടാണ് കരുതുന്നത്. എന്നുവെച്ചാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ആത്മാവ് എൻ്റെ ഗ്രാൻഡ് ഫാദർ സിസ്റ്റർ, ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഗ്രാൻഡ് ആൻഡ് മരിക്കുന്നത് ഇത് വായിച്ച് 2-3 മണിക്കൂറിൽ എനിക്ക് ആ വാർത്ത കിട്ടുകയാണ്. പക്ഷെ അപ്പോഴും എനിക്കൊരു കംഫർട്ട് സെൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ലൈഫിലേക്ക് പ്രവേശിക്കുന്നു എന്നൊരു വിശ്വാസം. ഞാനത് ഇപ്പോൾ റാഷണലാണെന്ന് ചോദിച്ചാൽ റാഷണൽ അല്ല, പക്ഷേ അതൊരു ബിലീഫാണ്. ഈ ഗീത എങ്ങനെയാണ് മൊത്തത്തിൽ വിലയിരുത്തുന്നത്? ഗീത ഉണ്ടാക്കുന്ന ഒരു കംഫർട്ട് സോണിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഇപ്പം എനിക്ക് അത് മൊത്തത്തിൽ വായിച്ചൊരു വിശകലനം നടത്തുവാൻ സാധിക്കത്തില്ല. എനിക്ക് ആ ഒരു ഇതേപോലെ വേഴ്സസ് ഉണ്ടല്ലോ, ആ വേഴ്സസ് നമ്മൾ ബൈബിളിൽ നിന്നാണെങ്കിലും എടുത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ഗീതയെന്നുള്ള ഒരു സന്ദേശം. അത് ഏത് സാഹചര്യത്തിലും നമുക്ക് ആ ഡ്യൂട്ടിയിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ. പക്ഷേ ആ ഡ്യൂട്ടിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി നമ്മളെ തന്നെ ഓർപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഗീത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗീതയ്ക്ക് അപ്പുറത്തേക്ക് വേദങ്ങളൊക്കെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വായിച്ചിട്ടില്ല, അതാണ് ഫാക്ട്. അല്ല, കുറച്ചെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ച് അങ്ങനെ ഒരു വലിയൊരു വായനയിലേക്ക് പോയിട്ടില്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ്റെ പഠനങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു ഈ വേഴ്സസ് ഉണ്ട്, ഇതേപോലെ ബുക്കുണ്ട് അദ്ദേഹത്തെ പറ്റി. ആ വേഴ്സസ് മാത്രം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതേപോലെ അദ്ദേഹം സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തോട് തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് പുസ്തകങ്ങളുണ്ട്, അത് വായിച്ച ഭയങ്കര അനുഭവം ഉണ്ടായിരിക്കും. അപ്പം വിവേകാനന്ദനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഞാൻ ആക്ച്വലി 2019 ഈ ഇയർ എൻഡിൽ ഞാൻ അന്ന് വിവേകാനന്ദ റോക്കിലോട്ട് പോയി, ഇവിടെ കന്യാകുമാരി. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ വർഷാവസാനം അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ അന്ന് ഞാനവിടെ പോകും. ഞാനവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരാറുള്ളത്. അവിടെ പോയി മെഡിറ്റേഷൻ സെൻറ്ററിൽ ഇരിക്കും. ഓം എന്നുള്ള അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അപ്പം ആ ഓം ഒരു ഫീൽ ചെയ്യും. 2019 അങ്ങനെ പോയതിനു ശേഷം ഒരു സർവ്വ സമ്മേളനം നടത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എനിക്ക് കൂടുതലൊരു കണക്ഷൻ. വത്തിക്കാനിൽ വെച്ച് ശിവഗിരി മഠത്തുമായി ബന്ധപ്പെട്ട് അവർ നടത്തി. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫെയ്ത്ത് കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാനതിനെടുക്കുന്നത്. ഈ വിവേകാനന്ദനെ വേറെ അനുഭവം പറയാനുണ്ട്? വിവേകാനന്ദ പുസ്തകങ്ങൾ വായിക്കും, ആ ഒരു അനുഭവം പ്രചോദനമുണ്ട്. അത് ആ പ്രചോദനമാണ് കൂടുതൽ. ഞാൻ പഠിപ്പിച്ച സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ്. പിന്നെ അതൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക, അഭേദ്യമായൊരു ബന്ധം വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ശിവഗിരി മഠവുമായിട്ടുള്ള ബന്ധം? ശിവഗിരി മഠവും ഇതേപോലെ എനിക്ക് ഫാദർ CM ആയപ്പോൾ ആദ്യം പോയ സ്ഥലം, ചാർജ് എടുത്തതിന് ശേഷം ആദ്യം പോയ ശിവഗിരിയാണ്. ഫാദറിന് ഗുരുദേവനോടുള്ള ഇഷ്ടം കൂടുതലായിരുന്നു. അതെ, ആയിരിക്കണമല്ലോ. പക്ഷെ അദ്ദേഹം അങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ല. അദ്ദേഹം എന്നെയും കൂട്ടിക്കൊണ്ടാണ് പോയതെന്ന്. ഞാൻ അന്ന് പോയെങ്കിലും അങ്ങനെ ഞാൻ പിന്നെ പോയിട്ടില്ല. ഞാനന്ന് പോയി. പക്ഷെ ഒരു 2018-19 സമയത്ത് ഒരു ദിവസം ഞാനങ്ങനെ അവിടെ ശിവഗിരി പോയപ്പം എനിക്ക് അവിടെ ഇരിക്കണം എന്ന് തോന്നി. ഗുരുദേവ സമാധി അവിടെ ഇരിക്കും. പക്ഷെ സമാധിയിൽ ഇരുന്നില്ലെങ്കിൽ അവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അല്പം മാറി ശാരദാമഠത്തിൻ്റെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പോയി വരുമായിരുന്നു. ഇപ്പോൾ MLA ആയതിനു ശേഷമാണ് അവിടെ വീരേശാനന്ദ സ്വാമിജി എൻ്റെ അടുത്ത് പറഞ്ഞു സർവ്വ സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തണം. അപ്പം അങ്ങനെയാണ് ഗുരുദേവ ഒരു ടീച്ചിങ്സും അല്ലെങ്കിൽ കൂടുതൽ എനിക്കൊരു ബന്ധം വരുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ സർവ്വമത സമ്മേളനം നടത്താണ്ട് വത്തിക്കാനുമായിട്ട് എങ്ങനെയാണ്? നിങ്ങളൊരു ഓർത്തഡോക്സുകാരനാണ്, എങ്ങനെ വത്തിക്കാനുമായിട്ട്? അല്ല, എനിക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതെങ്ങനെ ഞാൻ നടത്തുമെന്ന് ഞാനും ആലോചിച്ചു. എനിക്ക് അങ്ങനെ അവിടെ അന്ന് പരിചയമില്ല. അപ്പം സ്വാമിജി എന്നെ ഏൽപ്പിച്ച് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ MLA ആണെന്നുള്ള കറക്റ്റാണ്. പക്ഷേ ഇത് വത്തിക്കാനിൽ എങ്ങനെ നടത്തും എന്ന് ഞാനും ആലോചിച്ചു. പക്ഷെ അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ ശ്രമിച്ചു. ഇപ്പോഴൊന്നും ഒരു കണക്ഷൻ കിട്ടിയില്ല. അപ്പോഴാണ് ഫാദർ കൂവക്കാട് ഇപ്പം കർദിനാളായത്. അല്ല, അന്ന് അച്ഛനാ. അപ്പോൾ കൂവക്കാട് അച്ഛൻ എങ്ങനെ പരിചയപ്പെട്ടു? ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരനാണ്, മാമൂട്. അപ്പോൾ ജോഷി ഫിലിപ്പ് എൻ്റെ സ്വന്തം ഏറ്റവും അടുത്ത സഹപ്രവർത്തകരാണ്, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു അച്ഛനുണ്ടെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ എങ്ങനെ വിളിച്ചു. അച്ഛൻ ആദ്യം
ഒന്നും എഗ്രി ചെയ്തില്ലെങ്കിലും അച്ഛന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അവസാനം അച്ഛനുമായിട്ട് സംസാരിച്ച് മാർപ്പാപ്പ അനുമതി തന്നു. അപ്പം ഞങ്ങൾ 3 പേര്, ഞാൻ, ബാബുരാജ് സാറ്, സ്വാമി വീരേശാനന്ദ, 3 പേർക്ക് പെർമിഷൻ കിട്ടി. ഓഗസ്റ്റ് 13 പരിശുദ്ധ പിതാവിനെ കണ്ടു. അപ്പം അതൊരു അത്ഭുതമായിരുന്നു. കാരണം ഇത് അങ്ങനെ നടന്നു തന്നെ. അപ്പോൾ അത് പെർമിഷൻ കിട്ടത്തില്ല എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പെർമിഷൻ കിട്ടി. അതിനുശേഷം നവംബർ അവസാനം ഈ പരിപാടി നടത്തി. അപ്പം ഞങ്ങൾ വന്ന എല്ലാ ഡെലിഗേറ്റ്സിനെയും പരിശുദ്ധ പിതാവ് കണ്ടു. ആണോ? എല്ലാവരും ഗിഫ്റ്റ് മേടിച്ചു. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ഒരു ഗിഫ്റ്റ് ഒരു ഡെലിഗേഷൻ ഉള്ളതാണ്, 1-2 ഗിഫ്റ്റ്. ഇതിപ്പോൾ എല്ലാവരും ഡെലിഗേഷൻ ഗിഫ്റ്റ് മേടിച്ചു. ഞങ്ങളിവിടത്തേക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു, തമാശ പറഞ്ഞു. ഞാനൊരു 5-6 പ്രാവശ്യം പോയി കണ്ടു. ആദ്യം ഒറ്റയ്ക്കായി കണ്ടു, പിന്നെ സ്വാമിമാരുമായിട്ട് കണ്ടു, പിന്നെ പറഞ്ഞു രാഷ്ട്രീയക്കാരെല്ലാം പോയി കാണുന്നു പറഞ്ഞു. രാഷ്ട്രീയക്കാർ കണ്ടു. ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ രാഷ്ട്രീയക്കാർ കണ്ടപ്പോൾ തമാശ പറഞ്ഞു, ഓൾ ആർ പൊളിറ്റീഷ്യൻസ്. എപ്പോൾ വേണമെങ്കിൽ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു. അന്ന് കോക്കാട്ട് പിതാവായോ? ഇല്ല. പക്ഷേ ഈ പരിപാടിക്കിടയിലും അദ്ദേഹത്തെ റേസ് ചെയ്യാൻ തീരുമാനിച്ചു. കർദിനാളായിട്ട് റേസ് ചെയ്തു. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കർദിനാളായി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. റിലിജിയൻസ് ആർ ലാംഗ്വേജസ്, സം ആർ ഹിന്ദു, സം ആർ മുസ്ലിം, സം ആർ ക്രിസ്ത്യൻ. അതാണ് ഞാനിന്ന് ബിലീവ് ചെയ്യുന്നൊരു ബിലീഫ്. അത് പിതാവ് തന്നെ പറഞ്ഞ, പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞ, അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം ഇതുവരെയുള്ള മാർപ്പാപ്പമാരിൽ ഏറ്റവും വിശുദ്ധനായ ആളാണ്. യെസ്. മാത്രമല്ല അവിടെ റോമിനെ ഓപ്പൺ ചെയ്തില്ലേ. ഇപ്പം നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പക്ഷേ ആ ബുദ്ധിമുട്ടുകളുടെ ലോകത്തിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണിക്കുന്ന രീതിയിൽ തുറന്ന് അവിടെ ഇട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് അദ്ദേഹം ചെയ്തു. ശിവഗിരി മഠത്തിൻ്റെ ഇതിന് ശേഷമുള്ള ഫീൽ എന്താ? അവരെന്ത് പറഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം? അവർ വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ അതിനുശേഷം CCയിൽ പോയാണ് സമാപിച്ചത്. അതും വളരെ പോസിറ്റീവായൊരു എൻഡായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശിവഗിരി മഠത്തിൽ ഇപ്പോഴും പോകാറുണ്ട്? ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട്. ഗുരുദേവനെ എങ്ങനെ കാണുന്നു? ഗുരുദേവനെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്? ഞാനൊരു ഗുരുദേവ ഭക്തനാണ്. അല്ല, ഗുരുദേവൻ്റെ പഠനങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ആഴത്തിൽ അങ്ങനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. അല്ലെങ്കിൽ ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നത് ആക്ച്വൽ റിയാലിറ്റിയാണ്. നമ്മുടെ കൾച്ചറൽ ഡിഫറൻസസ്, ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്ന ഒരാളാണ്. കൾച്ചറൽ ഡിഫറൻസ്, അത് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, കൾച്ചറൽ ഡിഫറൻസാണ് നമ്മളെ വേർതിരിക്കുന്നത്. ഇപ്പം അമ്മ എന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ അമ്മയ്ക്ക് പറയും. പക്ഷേ അതാണോ ഫ്രാൻസിൽ പറയുന്നത്? അതാണോ ഇംഗ്ലണ്ടിൽ പറയുന്നത്? ഭാഷാ വ്യത്യാസമാണ്. അതാണ് റിലിജൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അങ്ങ് ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെയൊക്കെ ചില വിഷ്വൽസൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം, എനിക്കൊന്ന് ഈ സഭ തുടങ്ങിയപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അമ്മയൊരു തീവ്ര ക്രിസ്ത്യൻ വിശ്വാസം എന്നാണ് എൻ്റെ കണക്കുകൂടൽ. അമ്മ ഇതിനെ എതിർക്കാറില്ലേ? ഒരു കാഴ്ചപ്പാട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിപ്പം തീവ്രത ഒന്നുമില്ല. ഇപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് സ്വന്തം മതത്തെ പറ്റിയല്ല. യേശുക്രിസ്തു പറഞ്ഞത് അന്യമതക്കാരനെ പറ്റിയാണ്. എങ്ങനെ? നല്ലവനായ ശമരിയക്കാരൻ, നല്ലവനായ യഹൂദൻ എന്നല്ല പറഞ്ഞത്, നല്ലവനായ ശമരിയക്കാരൻ. സ്വന്തം മതത്തിലെ പുരോഹിതനും സ്വന്തം മതത്തിലെ ലേവ്യനും ഇട്ടിട്ട് പോയപ്പോൾ അന്യമതക്കാരനായ ശമരിയക്കാരനാണ് രക്ഷിച്ചത്. അപ്പം ഈ ശമരിയക്കാരെക്കുറിച്ച് യഹൂദന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ നരകത്തിൽ പോകുന്ന, അതാണ് യഥാർത്ഥ മതമില്ലാത്ത ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മത കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? അല്ല, അദ്ദേഹം എല്ലാ ദേവാലയത്തിലും പോകുമായിരുന്നല്ലോ. അതിനകത്തൊരു വ്യത്യാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഈ പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ഞായറാഴ്ചയും? അതെ. ഇപ്പം അങ്ങനെ പോക്ക് ഫുള്ളി നടക്കുന്നില്ലെങ്കിലും എല്ലാ ഞായറാഴ്ചയും പോകും. പറ്റിയാൽ പോകും. കാരണം ഇപ്പോൾ ആളുകൾ വരുമ്പോൾ എനിക്ക് റിസീവ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതിന് പ്രാധാന്യമാണ്. ഇപ്പോൾ പപ്പയുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്ന ഒരു അനുഭവം, അത് ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നപ്പോൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നപ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് അപ്പനെ കിട്ടുന്നില്ല ഒരു ഫീലായിരുന്നിരിക്കാം. അതും ഇപ്പോൾ മാറുമ്പോൾ മരണത്തിന് ശേഷം ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞ മഹാനെക്കുറിച്ചുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഉമ്മൻചാണ്ടി മകൻ എന്ന നിലയിൽ? അല്ല, ചെറുപ്പത്തിൽ മിസ് ചെയ്തിട്ടില്ല. കാരണം ആളെ കാണണ്ടേ. നമ്മളിപ്പം കണ്ടീഷനിങ് ആണ്. ഹ്യൂമൻ ലൈഫ് ഈസ് അബൌട്ട് കണ്ടീഷനിങ്. നമ്മൾ സിസ്റ്റത്തോട് കണ്ടീഷൻഡ് ആയി കഴിഞ്ഞാൽ
പിന്നെ നമുക്കത് പ്രശ്നമല്ല. അപ്പോൾ കണ്ടീഷനിങ് ആണ്. നമ്മൾ ചെറുപ്പത്തിൽ ആളെ കാണാത്തപ്പം അതങ്ങനെയാണ്, നോം അങ്ങനെയാണ്. അപ്പം അമ്മ എല്ലായിടത്തും കൊണ്ടുപോകും, അമ്മ എല്ലായിടത്തും ടേക്ക് കെയർ ചെയ്യും, അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പ സ്കൂളിൽ പോലും വരത്തില്ല, അമ്മ എല്ലായിടത്തും വരും, അപ്പയ്ക്ക് സമയമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് കണ്ടീഷൻ, അന്ന് വിഷമമൊന്നും ഉണ്ടാകത്തില്ല. ഒരു വിഷമമില്ല. പിന്നെ വലുതായപ്പോഴാണ് അല്പം ഒരു ഇത് തോന്നിയത്, ഇച്ചൂടെ അവസാന സമയത്താണ് ഇച്ചൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറുള്ളത് ആ സമയത്തേ ഉള്ളൂ. അല്ലാതെ ചെറുപ്പത്തിൽ അങ്ങനൊരു, പിന്നെ അമ്മ ആ കുറവെല്ലാം പരിഹരിച്ച് അമ്മ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ മദറിൻ്റെ സിസ്റ്ററാണ്, ഇവർ രണ്ടുപേരും ഞങ്ങളെ ടേക്ക് ചെയ്തത്. അമ്മയും ബാങ്കിൽ പോവും, പക്ഷേ എങ്കിലും എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പ ഇടയ്ക്ക് ഇതേപോലെ ഞങ്ങളിവിടുത്തെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോവും, അല്ലെങ്കിൽ ക്രിസ്മസിന്, ന്യൂ ഇയറിന്, അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ല ഈസ്റ്ററിന് ഒക്കെ ഞങ്ങൾ ഇവിടത്തിലുണ്ട് വീട്ടിൽ. വീട്ടിൽ. അല്ല, അന്ന് അപ്പം അങ്ങോട്ട് പോകത്തില്ല, തിരുവനന്തപുരത്തുണ്ടാവും ആ സമയത്ത്? ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുള്ളി കോട്ടയം പോകും. അത്രയേ ഉള്ളൂ, നമ്മളത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. കുറച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റെങ്കിലും ഉണ്ടാകാന്നുള്ളൂ. അങ്ങനെയുള്ളൂ. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു, നമ്മുടെ സ്കൂളിൽ പോകുന്നു, അതിൻ്റെ കാര്യങ്ങൾ, സ്കൂളിലെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അല്ല, അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു വലിയൊരു അംഗീകാരം ഉണ്ടല്ലോ. അംഗീകാരം എന്ന് പറയാൻ പറ്റുമോ? അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടു വശമുണ്ട്. ഇപ്പം മറുനാടൻ മലയാളി എന്ന് പറയുമ്പോൾ അംഗീകാരമുണ്ട്, പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ അതുണ്ട്. അല്ല, അത് എന്നാലും ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു, അപ്പോഴത്തേക്കൊക്കെ പ്രായം കഴിഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഡൽഹി പോയി കഴിഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം MLA എന്നുള്ളത് UDF കൺവീനർ, അങ്ങനെയുള്ള. പിന്നെ ആദ്യം ചെറുപ്പത്തിൽ പോകുമ്പോൾ ഫിനാൻസ് മിനിസ്റ്ററാണ്, ധനമന്ത്രിയാണ്. പക്ഷെ അങ്ങനെയൊന്നും നമ്മളങ്ങനെ വലിയ ഇതൊന്നും വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു അംഗീകാരമോ അല്ലെ പരിഗണനയോ വിമർശനമോ ഒന്നും ഇല്ലായിരുന്നു ആ സ്കൂളിൽ പഠിക്കുമ്പോൾ? വിമർശനമൊക്കെ ഇപ്പോൾ വലുതാവുകയുള്ളൂ, അതൊന്നും വിമർശനമില്ലല്ലോ. ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് വിമർശനം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ട്. 2011 മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഈ 2011 മുതൽ എവിടെയാണ്? 16 വരെയുള്ള സമയത്ത് ചാണ്ടി എവിടെയാണ്? ഞാൻ 11 ഡൽഹിയിലല്ലേ? 10 തൊട്ട് 11 ഡൽഹിയാണ് മാസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ 13 ആ സമയത്ത് വീണ്ടും ചെറുതായിട്ട് ഡൽഹി തന്നെ വീണ്ടും പോയി. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ മാസ്റ്റേഴ്സ് എടുത്തു. എനിക്കന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടി. പക്ഷേ ഞാൻ അന്ന് ഇച്ചിരി ക്രിറ്റിസിസത്തെ ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് MPhil കംപ്ലീറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ ദേശാഭിമാനി വലിയ വാർത്ത കൊടുത്തു, എനിക്ക് ഫസ്റ്റ് റാങ്ക് തന്നെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാർത്ത വന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു വൈക്ലബ്യമായി, അത് തുടരുന്നതിനോട് താല്പര്യമില്ല, ഞാൻ ഡൽഹിക്ക് പോയി. അങ്ങനെയാണ് നാട് വിട്ടു. അത് വീണ്ടും പോയത്. അല്ലെങ്കിൽ ഞാനിവിടെ MPhil എനിക്ക് പൂർത്തിയാക്കാം. എനിക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പോയി MPhil എടുത്തത്. പക്ഷെ അത് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഒരു വിവാദം വന്നപ്പം, ഒരു എഡ്യൂക്കേഷനിൽ ഞാൻ വിവാദം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാനതങ്ങ് അവിടെ നടന്നില്ല, അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ 2 മാസം പഠിച്ചോടെ. ഇനിയും ചെയ്യാൻ പ്ലാനുണ്ട്. എനിക്കൊരു PhD ചെയ്യണമെന്നൊരാഗ്രഹം. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റിൽ എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ ആ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളിലൂടെ പോയി, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നുപോയി. ആ കാലത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ല, അതൊരു ഇരുണ്ട കാലഘട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരുണ്ട കാലഘട്ടമായിരുന്നു. സത്യത്തെ ഇരുട്ടുകൊണ്ട് അടച്ചു, കാർമേഘം കൊണ്ട് സൂര്യനെ മറച്ച പോലുള്ള കാലഘട്ടം. പക്ഷെ സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് ചിലവായില്ലേ, കോസ്റ്റായില്ലേ? കാരണം ഉമ്മൻചാണ്ടി സാറിന് പിന്നീട് അദ്ദേഹത്തിന് നല്ല കാലം കഴിഞ്ഞു പോയി. ടൈം കോസ്റ്റ് ഉണ്ടായിരുന്നു, ഹെൽത്ത് കോസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമുക്കെല്ലാം ജീവിതത്തിലുള്ളതാണല്ലോ. ചിലപ്പം എന്തുകൊണ്ടാണ് പ്രതിരോധിക്കാൻ കഴിയാതെ പോയത്? ഞാൻ പറഞ്ഞത് ഒരു വലിയ നുണ. ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ആ നുണ ആഘോഷിച്ചവരാണ് അത് പറയുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലൊരു നുണ സത്യം എന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടായിരിക്കും. അദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ടുള്ള പേഴ്സണാണ്. അദ്ദേഹത്തിന് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു 43 വർഷത്തെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം നേരിടുന്ന രീതി അങ്ങനെയാണ്. അദ്ദേഹം ആ സത്യം എമർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആ എമർജ് ചെയ്തപ്പോൾ കേരളം അദ്ദേഹത്തിന് അതേ ആദരവോടെന്നും കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ മരണശേഷമാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്. എല്ലാവർക്കും ചിലപ്പം നീതി ജീവിതത്തിൽ കിട്ടണമെന്നില്ലല്ലോ. എത്രയോ പേര് ജീവിച്ച് മരിച്ചു, അവർക്ക് ചിലപ്പം നീതി ഈ ജീവിതത്തിൽ മരിച്ചാലും കിട്ടാറില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. അതിൽ കൂടുതൽ എന്താ അംഗീകാരം? കേരള ജനത്തിൻ്റെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ കാര്യം ഒരു അംഗീകാരം വ്യക്തി കിട്ടാനില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അംഗീകാരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. ആദ്യത്തെ
സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് അത്. പക്ഷെ അപ്പോഴൊക്കെ ഇവരതിനെ അങ്ങ് ഭയങ്കര അഗ്രസീവായിട്ട് പ്രതിരോധിക്കുവാണ്, തിരിച്ചടിക്കുവാണ്, കേസെടുക്കുന്ന ഇഡിക്കെതിരെ കേസെടുക്കുവാണ്. അപ്പം ഇത്തരത്തിൽ ഇവർ അതിശക്തമായി പ്രതിരോധിച്ചതിൻ്റെ ഗുണം അവർക്കുണ്ട്. അവർ വീണ്ടും അധികാരത്തിൽ വന്നു. ഞാൻ പറഞ്ഞത് അതേസമയം ഉമ്മൻചാണ്ടി സാറ് നിശബ്ദത പാലിച്ചു എന്നുള്ള പ്രശ്നം. നിങ്ങൾ ആരും പ്രതിരോധിക്കാറില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുഴപ്പം കൂടി ആവാം അല്ലേ, CPM വരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു. അല്ല, അദ്ദേഹം അങ്ങനെ ഒരു പ്രതിരോധത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു പ്രചരണത്തിലും വിശ്വസിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഒരു ബാക്ക് സൈഡ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സത്യം എന്തായാലും തെളിഞ്ഞു വരും എന്നുള്ള ഉത്തമ വിശ്വാസം. അതിപ്പോൾ ആരെന്ന് പറഞ്ഞാലും സത്യത്തെ മറയ്ക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് സത്യം പുറത്തു വന്നു. അദ്ദേഹത്തിന് ജനാംഗീകാരം കിട്ടി എന്നുള്ളത് നേരത്തെ തന്നെ കിട്ടി. പക്ഷേ പബ്ലിക്ക് പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം വന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ജനങ്ങൾ അംഗീകരിച്ചല്ലോ. അതെ, എന്തിനായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ ഈ സോളാർ കമ്മീഷനിൽ പോയി രാവും പകലും വരുന്നത്? അത് തെറ്റായിരുന്നു തോന്നിയിട്ടുണ്ടോ? ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അത് ഇപ്പം നമ്മൾ തിരിഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ ആവശ്യമാണ്. ഇത് റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടി, ആരോടും പക തീർക്കാൻ വേണ്ടിയല്ല, ഇത് റിക്കൺസിലിയേഷൻ വേണ്ടി. കാരണം ഒത്തിരി പേരെ അത് ബാധിച്ചിട്ടുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, ഉമ്മൻചാണ്ടി കുടുംബത്തെ മാത്രമല്ല, UDFൻ്റെ മന്ത്രിമാരെ, വ്യക്തികളെ. ഒറ്റ കാര്യമുള്ളൂ, ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. അതാണ് നമ്മൾ പറയുക. കാരണം നമ്മളൊക്കെ ജീവിതം ഇതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തിയതാണ്. അതുകൊണ്ട് ഇനിയൊരു മുഖ്യമന്ത്രിക്കോ ഇനിയൊരു മന്ത്രിക്കോ ഉണ്ടാവാതിരിക്കാനുള്ള, ഈ കേസെടുക്കുകയല്ല, പക്ഷേ ഉണ്ടാവാതിരിക്കാനുള്ളൊരു പ്രവർത്തനം അത് ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ പോലെ കമ്മീഷൻ വെച്ച് നടത്തുകയാണ് വേണ്ടത്. ആ കാലത്ത് പോലും ഇത് ചർച്ച ചെയ്യുമായിരുന്നു. ഈ വലിയ ടെൻഷനുള്ള കാലത്ത് പരസ്പരം വീട്ടിൽ സംസാരിക്കുമായിരുന്നു. അല്ല, ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഡൽഹി ആകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പം കാര്യങ്ങൾ ചോദിക്കുകയാണ്. അന്ന് വലിയ വിവാദം ഉണ്ടായല്ലോ. നമ്മുടെ ഒരു അന്ന് റിപ്പോർട്ടർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നികേഷ് കുമാറിൻ്റെ ചാനലിൽ വിളിച്ച് ഒരു വലിയൊരു വിവാദം. റിപ്പോർട്ടർ തന്നെ അന്ന്, അല്ല, ഇന്ത്യ വിഷനാണ്, നികേഷിൻ്റെ ചാനലാണത്. അന്ന് വിളിച്ച് വലിയ വെളിപ്പെടുത്തൽ വന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഹരിപ്പാട്ടിലെ മനസ്സിലായി ആ വക്കീൽ പുള്ളി വലിയ വിവാദം ഉണ്ടാക്കുക എന്നും പറഞ്ഞു വന്നു. പക്ഷെ അന്ന് തന്നെ അപ്പം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ചാണ്ടിയുടെ പേര് പറഞ്ഞല്ലേ? അത് അന്ന് ഉച്ചയ്ക്ക് എൻ്റെ പേര് പറഞ്ഞു. ഉച്ചയ്ക്ക് എൻ്റെ പേര് പറഞ്ഞ് ഞാൻ CEO എന്ന് പറഞ്ഞു, സോളാർ കമ്പനിയുടെ, അമേരിക്കയിലുള്ള സോളാർ കമ്പനിയുടെ ഇന്ത്യൻ CEO എന്ന് പറഞ്ഞ ദിവസം അന്ന് വൈകിട്ട് ഇയാളുടെ ബ്രേക്കിംഗ് ഉണ്ട്. ആ ബ്രേക്കിങ്ങിനകത്ത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു പച്ചക്കള്ള എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് എങ്ങനെയാണ് ഇങ്ങനെ കള്ളത്തെ സത്യമാക്കി മാറ്റുവാൻ സാധിക്കുന്നത്. അത് അപ്പോഴാണ് ഈ മീഡിയയുടെ മറുവശം നമ്മൾ കാണുന്നത്. അതെങ്ങനെ ആ വാർത്ത വന്നപ്പോൾ എങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് കള്ള വാർത്ത വന്നപ്പോൾ? അല്ല, അതിപ്പം ഞാൻ ആക്ച്വലി അന്ന് ഞാൻ രസം വെച്ചാൽ ഞാനന്ന് സിവിൽ സർവീസ് പഠിക്കാൻ അന്ന് ഞാൻ ഈ MPhil വിട്ടിട്ട് ഞാൻ അവിടെ പോയി, ഡൽഹിയിൽ പോയി. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുന്ന വെച്ചാൽ രാവിലെ ബസ് എടുത്തിട്ട് മെട്രോ എടുത്തിട്ട് ഷെയർ ഓട്ടോ എടുത്ത് ആണ് ഞാൻ ഈ ക്ലാസ്സിലോട്ട് പോകുന്നത്. ആ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ അമേരിക്കൻ കമ്പനിയുടെ CEO ആണെന്ന് കേൾക്കുന്നത്. എനിക്കപ്പം ചിരിക്കടോ കരയടോ എന്നറിയത്തില്ലാത്തൊരു സിറ്റുവേഷനാണ്. സിദ്ദിഖ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇത് പറയുന്നത്, സിദ്ദിഖ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് തരത്തിലാണ് പ്രതികരിച്ചില്ല എന്ന്. അല്ല, എൻ്റെ അടുത്ത് പലരും അപ്പം ഉൾപ്പെടെ പറഞ്ഞു കേസ് കൊടുക്കാൻ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറയുന്ന ആളല്ല. അപ്പം ഞാനൊരു വേറൊരു ഡിഫൻസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് എങ്ങനെയാണെങ്കിൽ എൻ്റെ ഡിഫൻസ് എങ്ങനെയാണ്? സത്യം തെളിയിക്കട്ടെ, അവർ തെളിയിക്കട്ടെ. ഞാൻ തെളിയിക്കുന്നത് എൻ്റെ ലൈഫ് കൊണ്ട് ഞാനിതിൻ്റെ പുറത്ത് നടക്കണം. ഇപ്പം ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ നടക്കുക. അപ്പം ഞാനിത് തെളിയിക്കാൻ പോയാൽ ഞാനിത് തെളിയിക്കണോ അവർ തെളിയിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വന്നു. അപ്പം അവർ തെളിയിക്കേണ്ടത് ഞാൻ വെച്ചു. എന്നാലും സത്യം തെളിയുമെന്ന് എനിക്കറിയാം. അല്ല, ഈ എനിക്കൊന്ന് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് പോലും ആ കാലത്ത് കുറേ വാർത്തകൾ ആ സമയത്ത് വരെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് 13 തൊട്ടുള്ള വാർത്തയാണല്ലോ. അതാ ഇലക്ഷൻ വരെയുള്ള ഘട്ടത്തിൽ. 16 വരെ. 16ലാണ് ഏറ്റവും ഞാൻ ക്രൈസ്റ്റിലായിരുന്ന സമയത്താണ്. അന്ന് എനിക്ക് ക്രൈസ്റ്റിലെ അച്ഛന്മാർ എന്താ പറയുക, എന്നെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയും. അത്രയ്ക്ക് അവർ നമ്മളെ ആ ഒരു പ്രതിസന്ധിയിൽ ചേർത്ത് പിടിച്ചു. യാതൊരു സംശയം. ആ സമയത്തൊക്കെ മാനസികമായ ഒരു സമ്മർദ്ദം ഉണ്ടായില്ലേ? മാനസികമായ സമ്മർദ്ദം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. പിന്നെ നമ്മൾ യൂസ്ഡായി കഴിഞ്ഞു. 13 തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുതിയ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പയുടെ പ്രതികരണം എന്തായിരുന്നു മക്കളെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുമ്പോഴത്തേക്കും? അദ്ദേഹം അങ്ങനെ കൺസേൺഡ് ആയിട്ടില്ല. നമ്മളെ വിളിക്കും, സംസാരിക്കും എന്നുള്ളതല്ല. അദ്ദേഹം ഇത് ഒരു വാല്യൂ കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം നല്ലപോലെ കിടന്നുറങ്ങുമായിരുന്നു. അതാണ്, അയ്യോ, ഇത്രയും സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല.
ഈ സംഘർഷ സമയത്ത് ഈ കൊടുങ്കാറ്റടിക്കുമ്പോഴും ഈ എന്താ പറയുക സുഖമായിട്ട് ഒരു പ്രശ്നം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക കാറേ കയറി അപ്പം ഉറങ്ങും. ആ അയ്യോ ഞങ്ങൾ ഇത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു. ഞാൻ ചെറുപ്പത്തിൽ കാറ് നിറച്ച ആളായിരിക്കുമല്ലോ. കാറ് എത്ര ആളുണ്ടെന്ന് പറഞ്ഞാലും വണ്ടി കയറി അപ്പം ഉറങ്ങും. ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് 1998 ഞാൻ അത്രയും കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയി എന്ന് വെച്ചാൽ അന്ന് ഫൊക്കാന എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പോൾ അതിന് ഞങ്ങളെ ക്ഷണിച്ചു, ഞങ്ങൾ പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹം വണ്ടി കയറിയാൽ ചില തമാശ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ പെട്ടെന്ന് ഉറങ്ങും. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും നേരം ഉറങ്ങുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ആ സമയത്തൊക്കെ? ഈ രാത്രിയും പകലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു? അതെ, ഈ വർക്കുള്ളതുകൊണ്ടാണ് ഈ കാറിൻ്റെ തിരുന്ന് ഉറങ്ങുന്നത്. എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഫ്രഷ് ആവും. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കോമ്പൻസേഷൻ അവിടെയാണ് കാറിനകത്തിരുന്നിട്ട്. ഈ ഏകദേശം എത്ര നേരം ഉറങ്ങുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ആ സമയത്ത്? ഇപ്പോൾ വേരി ചെയ്യായിരുന്നു. ഇപ്പം അവസാനം 2011 100 ഡേയ്സിൻ്റെ ഒരു ഇത് വന്നല്ലോ, ജനസമ്പർക്കമല്ല 100 ഡേയ്സിൻ്റെ ഒരു അദ്ദേഹം 100 ദിന പരിപാടി. ശരിക്കും സത്യം പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കാനുള്ള പോക്കായിരുന്നു. ആ 100 ദിവസത്തിനുള്ളിൽ പുള്ളി രാജി കാൽക്കുലേറ്റ് ചെയ്തു. എന്താ ഞാൻ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം തീരുമാനിച്ചുറച്ചിരുന്നു രാജിവെക്കും. അപ്പോൾ ആ 100 ദിവസം അതിനനുസരിച്ചുള്ള വർക്കാണ് നടത്തിക്കൊണ്ടിരുന്നത്. 3 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അന്ന് ഫങ്ഷൻ ചെയ്തത്. എന്തായിരുന്നു രാജിയെക്കുറിച്ച് എന്നാലോചിക്കാൻ? അത് ഞാനത് കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല, അത് അടുത്തൊരു വിഭാഗത്തിലേക്ക് പോകും. രാജി വേണമെന്നൊക്കെ കാര്യമല്ല, അല്ല അത് പബ്ലിക്കായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അല്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ആ വളരെ കുറച്ച് ഭൂരിപക്ഷമുള്ളൊരു സർക്കാരായിരുന്നു, അതിനെങ്ങനെ മാനേജ് ചെയ്ത് അദ്ദേഹം? അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കത് അത്രയും ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും പറയത്തില്ലല്ലോ. ഇപ്പം മക്കളോടും ഭാര്യയോടൊന്നും പറയത്തില്ല, ആരുടെ അടുത്തും ഒരു സംസാരവും അത് പുറത്ത് കാണുന്ന ആളല്ല. വീട്ടിൽ വരുമ്പോൾ ടോട്ടലി സൈലൻ്റ് വെച്ചാൽ നമ്മുടെ ഒന്നും സംസാരിക്കാറുമില്ല. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിക്കാതെ. പക്ഷെ ബാക്കി പുറത്തെല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. വീട്ടിൽ വന്നാൽ സംസാരം മിനിമൽ. അതൊന്നും സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. ഫുൾ ടൈം ഫയലിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ജോലിയിലായിരിക്കും. ആളെ തന്നെ സംസാരമില്ല, അഭിപ്രായമോ ഉപദേശമോ ഒന്നും തേടത്തുമില്ല. അതിപ്പോൾ ഈ പറഞ്ഞ ചുരുക്കമാണ്, ഒരു വാക്കിലോ 2 വാക്കിലോ, അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പത്തിൽ ഒരു നോട്ടം മതി, അപ്പം അറിയാം. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, നോട്ടത്തിലുണ്ടല്ല, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു നോട്ടം നോക്കിയാൽ കഴിഞ്ഞു, അവിടെ നമ്മൾ നിർത്തും. അമ്മയ്ക്ക് പരാതിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ? അതുകൊള്ള അമ്മയ്ക്കല്ലേ ഏറ്റവും പരാതിയുള്ളത്. അമ്മയ്ക്ക് പരാതിയല്ലേ പറയാൻ പറ്റൂ, പക്ഷെ പരാതി പറഞ്ഞാൽ ഫലം ഉണ്ടാവണ്ടേ. നമുക്കിപ്പം ഈ ബദലിനോട് പരാതി പറഞ്ഞാൽ പക്ഷെ ദേഷ്യപ്പെടത്തില്ലല്ലേ? ദേഷ്യം വളരെ കുറവ്, പക്ഷെ ദേഷ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട്, പക്ഷെ റെയറസ്റ്റ് ഓഫ് റെയർ. കഷ്ടം എന്ന് പറയുന്ന കേട്ടിട്ടുള്ള ദേഷ്യപ്പെട്ട ഞങ്ങളടുത്തൊക്കെ ചില സാഹചര്യങ്ങളിൽ അത് അവസാനം വരെ അദ്ദേഹത്തിനുണ്ട്. അതില്ല, ആർക്കാ മനുഷ്യന് ദേഷ്യമില്ലാത്ത, പക്ഷെ റെയറസ്റ്റ് ഓഫ് റെയർ. ജീവിതത്തിൽ എന്തെങ്കിലും പാഠങ്ങൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു അനുഭവത്തിലൂടെ? അല്ല, ഒരു മകൻ എന്ന നിലയിൽ എങ്ങനെയാണ് അച്ഛൻ കൈകാര്യം ചെയ്തത്? ഉപദേശമോ അല്ലെങ്കിൽ? അദ്ദേഹം സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു 2 വയസ്സ് വരെ പരിചയമില്ല. എനിക്ക് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ കാണുന്നില്ലല്ലോ. 2 വയസ്സ് ഹർത്താലിന് അന്നാണ് അദ്ദേഹത്തിന് പനിയും കൂടെ വന്നത് എൻ്റെ ഓർമ്മ. അന്നാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നത്, കാണുന്നത്. പിന്നെ എഴുത്തിലെഴുതിയത് അദ്ദേഹമാണ്. പിന്നെ ഈ കാഴ്ചയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ എന്താ പറയുക, അധികം സംസാരിക്കാത്തതുകൊണ്ട് അധികം ഉപദേശവും ഇല്ല. ആണോ? പഠിച്ച് ക്ഷീണിക്കരുത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടോ. പഠിച്ച് ക്ഷീണിക്കരുത് എന്ന് വെച്ചാൽ അത് ഏറ്റവും പോസിറ്റീവ് വേ ഓഫ് ടേക്കിംഗ് തിങ്സാണ്. ഇപ്പം ആദ്യം പറഞ്ഞ് 40 മതി, 40 കൂടുതൽ മാർക്ക് വേണ്ട. പിന്നെ പറഞ്ഞു 60 ആക്കി. ഇച്ചൂടെ വലുതായപ്പം 80 കൂടുതൽ വേണ്ട. അതായിരുന്നു പോളിസി. അതായത് തോക്കാൻ പാടില്ല, അതായത് 40 എന്ന് പറഞ്ഞത്. പിന്നെ 60 ആയി, പിന്നെ 80 ആയി. കാരണം വെച്ചാൽ നമ്മൾക്ക് പ്രഷറാണ്, ഈ മോഡേൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പ്രഷർ ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ട് അത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കറക്റ്റാണ്. ആവശ്യമില്ലാത്ത പ്രഷറാണ് കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠിച്ചിട്ട് വല്ല ഉപയോഗമുണ്ടോ? ഞാൻ കരുതുന്നില്ല. നമ്മൾ പഠിച്ചൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലോയിലെ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ മാത്സ് നമുക്കിപ്പോൾ ആവറേജ് നോളജ് മതി, അല്ലെങ്കിൽ നോളജ് മതി. അതിന് ഒത്തിരി പ്രഷർ കൊടുത്ത് എന്തിനാണ് കുട്ടികളെ ഇതാക്കുന്നത്? ശരി, അങ്ങോട്ട് പഠിത്തത്തിന് പ്രഷറില്ലായിരുന്നു, ഒരു പെങ്ങന്മാർക്കും ഇല്ലായിരുന്നു, ഞങ്ങളാർക്കും ഇല്ല. അമ്മയോ ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഇഷ്ടമുള്ളത്
എൻ്റെ സഹായം കിട്ടത്തില്ല എന്നുള്ളത് മാത്രമേ അദ്ദേഹം പറയുള്ളൂ. ഇപ്പോൾ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സ്, പക്ഷേ ഇഷ്ടമുള്ളത് എൻ്റെ സഹായം കിട്ടത്തില്ല. അമ്മ പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടില്ല പഠിക്കുന്ന കാര്യത്തിൽ. അമ്മ ഇച്ചിരി സ്ട്രിക്റ്റ്. അമ്മ ആരെങ്കിലും ഒരാൾ സ്ട്രിക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പഠിത്തം അമ്മ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. 3 പേരെ പഠിപ്പിക്കുമായിരുന്നു. അവരുടെ കാര്യം എനിക്ക് അത്രയും എന്നെ പഠിപ്പിക്കുമായിരുന്നു. എന്നെ ഒരു പ്രായം വരെ അമ്മ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ടൂറോ വല്ലതും പോയിട്ടുണ്ടോ അച്ഛനുമായിട്ട്? ടൂർ ഈ പറഞ്ഞ അമേരിക്കയിലൊരു പോക്ക് പോയി. അത് അങ്ങനെ ഞങ്ങൾ 3 പേരുടെ. പിന്നെ അങ്ങനെ ഒരുമിച്ച് ടൂർ പോകുന്നത് വളരെ വിരളമാണ്. ഒരിക്കൽ ഒരു ഗോവ ട്രിപ്പ് പോയി. അങ്ങനെ ഒരുപാട് കാലം മുമ്പ്, ഒരു 31 വർഷം മുമ്പ്, 95-ൽ ഒരുമിച്ച് ടൂർ പോകുന്ന. ഗോവ ട്രിപ്പ് പോകുമ്പോഴും ഫ്രീ ആയിട്ട് കൂടെ നിൽക്കുമായിരുന്നോ? അന്ന് ഈ ബൊംബൈയിലില്ലല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അത് ഫ്രീ ആയിരുന്നു. 2-3 ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു 3 ദിവസം ഉണ്ട്. അതേ ഉള്ളൊരു ഓർമ്മ. ഒരു ടൂർ എന്ന് പറഞ്ഞാൽ ഗോവ ഒന്ന് പോയി. പിന്നെ ഒരിക്കൽ അതിനു മുമ്പ് ഒരു കാലത്ത് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഞങ്ങൾ മൈസൂർ വഴി ബാംഗ്ലൂർ പോയി. അതാണ് മറ്റൊരു ഓർമ്മ. പക്ഷേ അദ്ദേഹം സെപ്പറേറ്റ് വന്നു, ഞങ്ങൾ കാറിൽ പോയി. അപ്പോഴും ഞങ്ങൾ ധൃതിയായോണ്ട് തിരിച്ചു പോന്നു. ഈ അച്ഛൻ്റെ അപ്പായുടെ അസുഖത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ തൊണ്ടയ്ക്ക് വന്ന ഒരു സാധനം നേരത്തെ അറിയണ്ടായിരുന്നു. അല്ല, ഇപ്പം 2015 ഒരു ഗ്രോത്ത് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ ഗ്രോത്ത് ഒരു മാസത്തിനുള്ളിൽ ഡിസപ്പിയർ പോയി. അല്ലാതെ മാറ്റേണ്ടി വന്നു. ഓപ്പറേഷൻ വന്നില്ല. അതേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അതില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഒരു മാസം അദ്ദേഹം ഒരു മെഡിസിൻ എടുത്തിരുന്നു. അദ്ദേഹം ഫ്രീ വില്ലിൽ അദ്ദേഹം എടുത്ത മെഡിസിനാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അത്. എനിക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൻ്റെ. അദ്ദേഹത്തിന് ഫ്രീ വില്ലല്ലേ, ഏത് മെഡിസിനും അദ്ദേഹത്തിന് കഴിച്ചുകൂടി. അപ്പോൾ അദ്ദേഹത്തിന് ഫ്രീ വില്ലാണ്, അദ്ദേഹം എടുത്തു. ആ ഗ്രോത്ത് പോയി. അതിനെന്താ തെറ്റ്? അത് ക്യാൻസർ ആയിരുന്നില്ല. അതെങ്ങനെ പറയാൻ പറ്റും? ആ ഗ്രോത്ത് അവിടെ പിന്നെ കണ്ടിട്ടില്ല. ഇപ്പം ക്യാൻസറസ് ആണെങ്കിൽ ഗ്രോത്ത് പിന്നെ എക്സ്പാൻഡ് ചെയ്യല്ലേ, അടുത്ത സ്ഥലത്തോട്ട് പോവല്ലേ. അപ്പോൾ ഒരു മാസം മുമ്പ് ആ മരുന്ന് എടുത്തുകൊണ്ട് അത് മാറിയെങ്കിൽ ഒന്നുകിൽ ആ മരുന്നിൻ്റെ ഗുണം, അല്ലെങ്കിൽ അത് ആ പറഞ്ഞ അസുഖമല്ല, ഏതെങ്കിലും ഒന്നാണല്ലോ. പിന്നീട് വീണ്ടും വരുന്നത് 18 അവസാനത്തിൽ പിന്നെ സൗണ്ട് പോകുന്നു. 19-ൽ നമ്മൾ വീണ്ടും അത് റിക്കവർ ചെയ്യും. ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ടവർ എടുത്തില്ല എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏതാ ട്രീറ്റ്മെൻറ്റ് എന്ന് ആര് തീരുമാനിക്കും? വ്യക്തിക്ക് തീരുമാനിക്കാൻ അർഹതയുണ്ടല്ലോ. ഈ പറഞ്ഞ വ്യക്തി തീരുമാനിക്കുന്നത് പോലെയാണല്ലോ. കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാമെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന് തീരുമാനം എടുക്കാം. അദ്ദേഹത്തിന് ആകപ്പാടെ അസ്വസ്ഥ ഉണ്ടായിരുന്ന കാര്യം ഇതേപോലെ ആൾക്കാർ പറയുന്നത് മാത്രമേ അദ്ദേഹത്തിന് അസ്വസ്ഥയുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷേ ആൾക്കാരുടെ ഒപ്പീനിയൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടും ആൾക്കാരെന്ത് പറയും ഒരു ഇതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതല്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ് അദ്ദേഹം എടുത്തത്. അല്ലാതെ ഇവിടെ ആരും പിടിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലാതെ ആർക്കും പറയാൻ പറ്റും? ചാണ്ടിയുടെ താല്പര്യമാണ് സംരക്ഷിച്ചെന്നാണ് ആളുകൾ പറയുന്നത്. അദ്ദേഹം എൻ്റെ താല്പര്യം സംരക്ഷിച്ചത്. കാരണം ഈ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് പോകണം എന്ന് പറയുന്നത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് പോകണം എന്ന് പറയുന്നത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻ്റ് അല്ല അത്. പക്ഷേ ആൾക്കാരെന്ത് പറയും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിപ്പോൾ എന്നെ ആൾക്കാർ ആക്രമിക്കും എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. ഈ ആയുർവേദത്തിലേക്കായിരുന്നോ നിങ്ങൾ ശ്രമിച്ചത്, അതോ മറ്റെന്തെങ്കിലും? ഞാനായിട്ട് ശ്രമിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം അതിനകത്ത് ഏത് ട്രീറ്റ്മെൻറ്റും ഒരു രോഗിക്ക് എടുക്കാം. ഏത് ട്രീറ്റ്മെൻറ്റും എടുക്കാനുള്ള അവകാശവും ആ രോഗിക്കും ആ കുടുംബത്തിനുമുണ്ട്. അത് മറ്റുള്ളവർ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതൊരു ശരിയായ പ്രവണതയല്ല. ഇപ്പം എൻ്റെ മറ്റൊരു വിശ്വാസമാണ് ഈ സംസ്കാരത്തിൻ്റെ എനിക്ക് ഈ ഒരു സർവ്വമതത്തിൻ്റെ ഒരു അപ്രോച്ച് വരാൻ കാരണം ഇതുകൂടിയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിന് ദൈവം ഇന്ത്യയിലൂടെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു സംസ്കാരത്തിൽ ആ പ്രൊഡക്റ്റും ഉണ്ട്. 7000 വർഷത്തെ സംസ്കാരമാണ്. അതിനെ നമ്മൾ ചെറുതായി കാണേണ്ട കാര്യമില്ല. അപ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണ്. ഭാവിയിലെ ലോകത്തിന് അതിന് സയൻറ്റിഫിക്കായിട്ടൊരു അടിത്തറ കൊടുത്താൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് ബ്രിക്സിൻ്റെ ഒരു സമ്മേളനം ഈ നവംബറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ബേസിക്കലി ഓൺ ദ ഐഡിയ ഓഫ് പ്രിവെൻറ്റീവ് മെഡിസിൻ. അതിൽ 11 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ 11 രാജ്യങ്ങളുടെയും ഇതേപോലത്തെ പ്രിവെൻറ്റീവ് മെഡിസിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പം റഷ്യയിൽ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ആദ്യം എന്നെ കൊണ്ടുപോയത് ബാന്യോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ റഷ്യൻ
ട്രഡീഷണൽ മെഡിസിനാണ്. അത് ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ ഭാഗം, പ്രിവെൻറ്റീവ് മെഡിസിനാണ്. അത് വളരെ എഫക്റ്റീവായിട്ടാണെന്ന് അവർ പറയുന്നത്. പക്ഷെ മോഡേൺ സിസ്റ്റമായിട്ട് യോജിച്ച് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതും നമുക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റ്? നമ്മളെ സംബന്ധിച്ച് ക്യൂറാണ് ആവശ്യം, അല്ലാതെ ഇന്ന മെഡിസിൻ കറക്റ്റ് ആണെന്നോ ഇന്ന മെഡിസിൻ കറക്റ്റ് അല്ല എന്ന് പറയാൻ ഞാനാളല്ല. ഏത് മെഡിസിൻ ഉപയോഗിച്ച് ക്യൂർ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സംവിധാനം. അതേസമയം ഒരു മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കൺസേൺ ഉണ്ട്. എന്താ ആ കൺസേൺ എന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ? ആ സൈഡ് എഫക്റ്റ് രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനപ്പുറം രോഗത്തെ പ്രിവെൻറ്റ് ചെയ്തു, പക്ഷെ സൈഡ് എഫക്റ്റ് കാരണം രോഗി മരിച്ചാലോ? അപ്പം അങ്ങനൊരു കൺസേൺ സ്വാഭാവികമായിട്ടും ഏതൊരു മകനോ ഏതൊരു കുടുംബത്തിനോ ഉണ്ടാകുക. ഞാൻ ഇച്ചിരി പ്രിക്കോഷൻ എടുക്കുന്ന ആളാണ്. ഞാൻ വളരെ പ്രിക്കോഷനായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ എൻ്റെ ഫാദറിന് ഒരു ഹാം പോലും വരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് എനിക്ക് കൂടി അതിനകത്ത് ഒരു കൺസേൺ ഉണ്ട്. അല്ല, ഞാൻ ആയുർവേദത്തിനോ ഓൾട്ടർനേറ്റീവ് മെഡിസിനോ ഒന്നും എതിരുള്ള ആളല്ല കേട്ടോ. ഞാൻ എല്ലാം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഹോളിസ്റ്റിക് അപ്രോച്ച് വേണമെന്ന് വിശ്വസിക്കുന്ന ആൾ. ഞാനും ഹോളിസ്റ്റിക്കിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഹോളിസ്റ്റിക് അപ്രോച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് രാഷ്ട്രീയപരമായി മാവോ സേതുവിനോട് ഞാൻ യോജിക്കുന്ന ഒരാളല്ല. മാവോയുടെ രാഷ്ട്രീയം പറയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, അവിടെ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ കൊണ്ടുവന്നു. നമുക്കും അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നല്ല വശങ്ങളെല്ലാം തന്നെ എടുക്കണം, ഒന്നിൻ്റെയും നമ്മൾ തള്ളിക്കളയേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് തെറ്റായ അഭിപ്രായമല്ല, ഞാനതിനോട് യോജിക്കുന്നുണ്ട്. ഞാൻ കൊറോണക്കാലത്ത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ആളാണ്. എന്തിനാണ്? ഹോമിയോ മെഡിസിൻ ഇന്ത്യയിലൊട്ടുക്ക് നടപ്പിലാക്കണം. പക്ഷെ ആ കേസ് ഒരിക്കലും കേട്ടിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇൻഫെക്ഷസ് എന്ന് പറഞ്ഞ് 2-3 വർഷത്തിന് ശേഷം കൊറോണയ്ക്ക് ശേഷം തള്ളി. ഞാൻ പറയുന്നത് ഏത് മെഡിസിൻ എന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഹോമിയോ മെഡിസിന് കൊറോണ കാലത്ത് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് ഞാനത് കാണുന്നുണ്ടായിരുന്നു, അതിൽ സംശയമില്ല. അപ്പം നമുക്ക് ആളുകളുടെ ഹെൽത്താണ് നമുക്ക് പ്രാമുഖ്യം, മെഡിസിനല്ല. മെഡിസിൻ ആവശ്യമാണ്, ഏത് മെഡിസിനായാലും ആളുകളെ സംരക്ഷിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഈ അപ്പായുടെ ജനസമ്പർക്ക പരിപാടിയുടെ സമയത്ത് ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ല. ഞാൻ പല ജനസമ്പർക്ക പരിപാടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പറഞ്ഞ് അതൊന്നും ഫീൽ ചെയ്ത് എങ്ങനെ അതിൻ്റെ ഒരു ഞാൻ കോട്ടയത്ത് ഞാൻ കേട്ടിട്ടുള്ള 24 രാവിലെ 3 മണിക്ക് അങ്ങനെ തീർന്നത്. 3 മണിക്കല്ല, 5 മണിക്ക്. ഞാൻ അപ്പുറത്ത് ഞാനും അതേ സമയം കഞ്ഞി കൊടുക്കുമായിരുന്നു. ഞാനും ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കും. ഞാൻ രാത്രി വരെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരവിടെ കഞ്ഞി കൊടുക്കുന്നു. അതിനകത്ത് ഞങ്ങൾ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിന്നായിരുന്നു. അപ്പോൾ മാതൃഭൂമി പിറ്റേ ദിവസം ഈ ജനസമ്പർക്കത്തിൻ്റെ ഇടയിൽ ഒരു വാർത്ത കൂടെ എഴുതി, ഉമ്മൻ്റെ വഴി ചാണ്ടിയും. ഈ കഞ്ഞി കൊടുക്കുന്ന വാർത്ത ഒരു വലിയ വാർത്തയായിട്ട് അതിൻ്റെ സൈഡിൽ ജനസമ്പർക്കത്തിൻ്റെ കൂടി. കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് എപ്പോഴാണ് തുടങ്ങിയത്? അത് ഒരു 9 മണിക്കാണ് തുടങ്ങിയത് രാവിലെ. രാത്രി വരെ 5 മണി 6 മണി 5 മണി പോകുന്ന എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് അതുവരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ആളുകളുടെ കേൾക്കുക. തുടർച്ച അദ്ദേഹത്തിന് ഒരു റെസ്റ്റ് ഇല്ല. പക്ഷെ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ ബാധിച്ചെന്നൊരു സംശയം എനിക്കുണ്ട് ഇപ്പോഴും. ഇതിങ്ങനെ കേട്ട് 5 മണിയായപ്പം നേരെ ഇതിനിടെ ഉറക്കമൊന്നുമില്ല. ഇത് എല്ലായിടത്തും ഇതായിരുന്നു കഥ. മലപ്പുറത്ത് 3 മണി, പാലക്കാട് എൻ്റെ ഓർമ്മ 2 മണി 3 മണി, ആ സമയം തന്നെ അവിടെ ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നു, നേരിട്ട് പരാതി കൊടുക്കണം. 10,000-കണക്കിന് ആൾക്കാർ നിൽക്കുകയല്ലേ. അപ്പം ചിലപ്പോൾ 2 ആഴ്ച വേണം നിൽക്കാനുള്ള രീതിയിലുണ്ടത്. അപ്പോൾ അവരെ മുഴുവൻ ഡീൽ ചെയ്തിട്ടാണ് വിട്ടത്. ഓൺ ദ സ്പോട്ട് ജസ്റ്റിസ് ആണ്, ഓൺ ദ സ്പോട്ട്. അതിനൊരു ഫലം കിട്ടിയില്ല എന്നൊരു വേദന ഉണ്ടോ? ഇല്ല, ഫലം കിട്ടിയല്ലോ. ഇന്ന് അതായത് ആരാണ്? അല്ല, അതൊക്കെ അന്ന് ഫലം കിട്ടിയില്ല എന്നുള്ളത്. അന്നിപ്പം ഈ പറഞ്ഞ പോലെ ഈ വിവാദമൊക്കെ വന്ന് മറച്ചതെന്ന് ശരിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവിടെ ഉണ്ട്. അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ അന്ന് അദ്ദേഹം ചെയ്ത എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉമ്മൻചാണ്ടി സാർ ചെയ്ത മാതിരി ആരും ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ ഒരു അവസരം കിട്ടിയില്ല. അത് ബാബു പോൾ അന്നേ പറഞ്ഞത്. 25 വർഷങ്ങൾക്കപ്പുറം ഞാൻ കാണത്തില്ല, അദ്ദേഹം പറഞ്ഞ വാക്കാ, ഞാൻ കാണത്തില്ല. പക്ഷെ നിങ്ങൾ പലരും കാണും, ഞങ്ങൾ പലരും കാണത്തില്ല, നിങ്ങൾ കാണും. ഉമ്മൻചാണ്ടി ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി കേരളം വാഴ്ത്തും എന്ന് അദ്ദേഹം 2015 ഈ വിവാദമൊക്കെ അവിടെ നിൽക്കും. അത് ഇവരെ ആരെയും ഓർക്കത്തുമില്ല, പക്ഷേ ഇത് ഓർക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായി തീർന്നിരിക്കും. അത് 25 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, രണ്ടുപേരും ഇല്ല എങ്കിലും ഇന്ന് കേരളം മൊത്തം 10 വർഷം വേണ്ടതുണ്ട്. അത് യാഥാർത്ഥ്യമായി. ബാബു സാർ മരിച്ചുപോയി. അദ്ദേഹം 5 വർഷമായെന്ന് തോന്നുന്നു. അല്ലാതെ ഈ 2016 തോൽവി പ്രതീക്ഷിച്ചിരുന്നോ? അറിയാമോ? ആ സമയത്ത് വല്ലതും പറഞ്ഞിരുന്നോ? ജയിക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞെങ്കിലും ഞാനൊരു സംശയം പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവസാന ദിവസം റിസൾട്ട് വരുന്നതിന് തലേദിവസം
എൻ്റെ അടുത്ത് ഇങ്ങനെ ജയിക്കുമെന്നൊരു സാധ്യത പറഞ്ഞപ്പോൾ ഞാനൊരു സംശയം അങ്ങോട്ട് പറഞ്ഞു, സാധ്യത ഉണ്ടോ എന്നൊരു. അപ്പം അദ്ദേഹം എപ്പോഴും കോൺഫിഡൻ്റ് ആയിരുന്നു ജയിക്കുമെന്ന്. വർഷമായി കാണും അന്ന് തോൽവി. അദ്ദേഹത്തിന് വിഷമായി, എന്തായാലും വിഷമായി. ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടില്ലേ, എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം പദ്ധതി, മെട്രോ, കൊച്ചി മെട്രോ. പക്ഷെ അതെല്ലാം കവർ ചെയ്തു പോയില്ലേ ഈ ഒരു വിവാദവും, പിന്നെ ഈ ബാർ വിവാദവും ഒക്കെ അതിനെ കവർ ചെയ്ത് കളഞ്ഞു. അത് കുഴപ്പമില്ല. അതിന് കോൺഗ്രസ്സിലെ ഒരു അപ്പോഴത്തെ ഒരു ആഭ്യന്തര പ്രശ്നം കൊണ്ടൊക്കെയാണ് ഇതെല്ലാം വഷളായത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വരുന്നു, ഉടമസ്ഥർ വരുന്നു അല്ലേ, അന്ന് പുതിയ KPCC പ്രസിഡന്റ് പ്രശ്നം എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇതിനെയൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അത് ജയിച്ചേനല്ലേ? അങ്ങനല്ല, അദ്ദേഹം ഇപ്പോൾ എത്ര ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞാലും അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതൊരു പ്രശ്നമായിട്ട് അദ്ദേഹം കണക്കാക്കിയില്ല. പ്രശ്നമായിട്ട് അതൊരു പ്രശ്നമായിട്ട് അദ്ദേഹം നോട്ടീസ് പോലും ചെയ്തില്ല. അതല്ലേ അദ്ദേഹം കമ്മീഷൻ സമയം നീട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എത്ര കമ്മീഷൻ എന്ത് പറഞ്ഞാലും ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ആർക്കെന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പേരിനെ കുറച്ച് നാൾ മെലൈൻ ചെയ്യാൻ പറ്റി എന്നുള്ളതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ കൺവിക്റ്റ് ചെയ്യാനോ അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ കൺവിക്റ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. കൺവിക്റ്റ് ചെയ്യുക മാത്രമല്ല, പൊതുസമൂഹത്തിൽ കൺവിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനാണ് പ്രധാനം. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിലേക്ക് വന്നാൽ എനിക്കറിയാം, അത് ഓർക്കുന്നത് വിഷമമുള്ള കാര്യമെന്നറിയാം. എങ്കിൽ പോലും അവസാന നാളുകൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു, പിന്നെ ബാംഗ്ലൂർ കുറച്ച് കാലമുണ്ടായിരുന്നു അല്ലേ? അവസാന നാളുകൾ ഞാൻ റിക്കലക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ്. അത്രയ്ക്ക് മോശമായിരുന്നു. ഈ പറഞ്ഞ മെഡിസിൻ അദ്ദേഹത്തെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞത്. ഈ മോഡേൺ മെഡിസിൻ കൊടുത്തുകൊണ്ടാണോ അതോ? പൂർണ്ണമായി. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പോഴും ചാണ്ടി വിശ്വസിക്കുന്നത് അത്തരമൊരു പരീക്ഷണം നടത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചു കാലം ഉണ്ടാവുന്നതാണ് എന്ന് എനിക്ക് മൊത്തത്തിൽ പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം അത്രയും നാൾ രോഗാവസ്ഥയിരുന്നെങ്കിലും ഈ ഒരു സാഹചര്യം കാണേണ്ടി വന്നു. അതൊരു വല്ലാത്തൊരു പ്രഷർ വരികയും അല്ലേ? പ്രഷർ മാത്രമല്ല, സർക്കാരിനകത്ത് അദ്ദേഹം കടന്നുപോയത് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണെന്ന് ഞാൻ കണ്ടു. അത് ഞാൻ കൂടുതൽ വിശദാംശം പറയുന്നില്ല. മരണം അടുത്തൊന്നും മനസ്സിലായായിരുന്നോ? ഒരിക്കലുമില്ല. ഞങ്ങളെല്ലാം പ്രതീക്ഷയായിരുന്നു. ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ഫെയിലായെന്ന് മനസ്സിലായപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നു അതിജീവിക്കാൻ സാധിക്കും തന്നെയാണ്. അവസാന ദിവസം വരെ ഞാൻ വിശ്വസിച്ചിരുന്നു. എത്ര ദിവസം സംസാരിക്കാൻ പറ്റാതിരുന്നു? മാർച്ച് 1 2 തൊട്ട് മാർച്ച് 3 തൊട്ട് സംസാരിക്കാനേ പറ്റത്തില്ലായിരുന്നു. തിരിച്ചറിയാനും പറ്റാതെ പറയും. തിരിച്ചറിവ് കുറവില്ല. സംഭാഷണത്തിന് മാത്രമേ പ്രശ്നം. ഒരു പ്രശ്നമില്ല. ഇവർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ആവശ്യമായിരുന്നു എന്നുള്ള പോട്ടെ, ഞാനതിൻ്റെ കിടക്കുന്നില്ല. മരണം ഉണ്ടാകുമ്പോൾ അടുത്തുണ്ട്. ഇല്ല, ആ സമയത്തില്ല. ഞാൻ 12 മണി വരെ കൂടുതലുണ്ടായിരുന്നു. പെട്ടെന്ന് കൂടിയതാണോ? അതല്ല, അന്ന് 12 വരെ ഉണ്ടായിരുന്നു. 12 മണി നോർമലായി, എല്ലാം നോർമലായി. അത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും ഞാനില്ലായിരുന്നു അടുത്ത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടുന്ന് നമ്മളത് എനിക്കറിയാതെ വേദനാജനകമായ അനുഭവം എന്ന് പറയാം. അത് കഴിഞ്ഞ് ഈ വിലാപയാത്ര മലയാളിയുടെ മനസ്സിലിരിക്കുന്ന ഒരു വല്ലാത്തൊരു അത്തരമൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ആ ഒരു അനുഭവം അവിടുന്ന് ഈ പുറപ്പെട്ട് കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഇവിടെ ഞാനിങ്ങനെ ഇത്രയും ആളുകൾ ഞാൻ ഓർക്കും പ്രതീക്ഷിച്ചു. അവിശ്വസനീയമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു റിസപ്ഷൻ അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. സ്വാഭാവികമായിട്ട് ഒരു പ്രൊസഷൻ നമ്മൾ 3-4 മണിക്കൂർ കൊണ്ട് എത്തും. അതനുസരിച്ച് അവിടെ പ്ലാനിങ് ഒക്കെ നടത്തിയിരുന്നത് അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പിറ്റേ ദിവസം വരുമ്പോൾ തന്നെ പോകാമെന്നുള്ള പ്രതിപക്ഷ നേതാവ് അപ്പം തന്നെ പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഒരു ദിവസം കൂടെ ഒന്ന് നീട്ടിയിട്ട്, കാരണം ഞങ്ങളുടെ വീട്ടിൽ വെക്കണം എന്നൊരാഗ്രഹം ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ആ ഒരു അനുഭവം ഒന്ന് പറയാം. അവിടെ ചെന്നിട്ടുള്ള ഇതും ആ ഒരാൾക്കൂട്ടവും പിന്നീടുണ്ടായ അപ്രതീക്ഷിതമായിട്ടല്ലേ പിന്നെ എല്ലാ സമയത്തും അവിടെയും വലിയ ജനക്കൂട്ടം എത്തിയല്ലേ അവിടേക്ക്? അവിടെ അതുകൊണ്ട് ഞാൻ പറയാം, അവസാനത്തെ ആളെയും കണ്ടിട്ട് എല്ലായിടത്തും പോകത്തുള്ളൂ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഡിലേ ആയതല്ലേ? കാണാൻ വന്നവർക്കൊക്കെ കാണുമായിരുന്നു. പക്ഷെ ആരെയും കയറ്റിയിട്ടില്ല, ഒരാളെ പോലും ആ ബസ്സിൽ കയറ്റിയിട്ടില്ല.
സൈഡ് അടുത്ത് കാണാം. ഇങ്ങനെ സൈഡിൽ നിന്ന് കണ്ടുപോയതല്ലാതെ ഞാൻ പറഞ്ഞ കോട്ടയത്ത് വന്നവരോട് എല്ലാ അവസാനത്തെ ആളെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരു കോട്ടയത്ത് വന്ന് വെച്ചു. അതായിരുന്നല്ലോ അപ്പായുടെ യഥാർത്ഥ ജീവിതം അല്ലേ? അതെ അതെ, അവസാനത്തെ ആളെ കാണണമെന്നുള്ളൊരു. അങ്ങനെയാണ് അത്രയും നീണ്ടത് എന്ന് പറയാം. ഇപ്പോഴും അപ്പയുടെ കല്ലറയിൽ ആളുകൾ എത്താറുണ്ട്. ഉണ്ട്. പോകുമ്പോഴെല്ലാം ചെല്ലുമായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ രാവിലെയും വൈകിട്ടും ഞാനവിടെ പോയിട്ട് പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ അവിടെ രാവിലെയും വൈകിട്ടും. ഈ മത്സരിക്കാനായിട്ട് ചാണ്ടി ഉമ്മന് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കുമ്പോൾ തന്നെ മത്സരിക്കാവുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. അപ്പായുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? 2014 ഇവർ ചർച്ച കഴിഞ്ഞിട്ട് വന്നപ്പം സുധീരനും രമേശും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചാണ്ടിയുടെ പേര് വന്നായിരുന്നു കേട്ടോ എന്നിങ്ങനെ അവർ പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല, അങ്ങ് വിട്ടു. 16 ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. 19 പിന്നെ വേണമെങ്കിൽ ചിലപ്പം ഞാനും ചിലപ്പോൾ ഒന്ന് പതറിക്കാണും. ലോക്സഭ വന്നപ്പോൾ എനിക്കൊന്ന് ആഗ്രഹം വന്നു സ്വാഭാവികമായിട്ട്. പക്ഷെ പിന്നെ അദ്ദേഹം ഒരു പോസിറ്റീവ് അപ്രോച്ച് എടുത്തില്ല. അപ്പ പറയുന്ന ഒന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, താല്പര്യമില്ല. അദ്ദേഹം അതിനൊരു അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് വിഷമം കാണും അങ്ങനെ പറയാനായിട്ട്. തെറ്റ് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ആ പൊസിഷൻ നിൽക്കുമ്പോഴല്ലേ നമുക്ക് പറ്റത്തുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് മത്സരരംഗത്ത് വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ്. അനുഭവം എന്ന് പറയാം, ആദ്യമായിട്ടുള്ള ഒരു സ്വന്തം തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്ന. അത് പക്ഷേ അദ്ദേഹം ഇല്ല എന്നുള്ള വലിയൊരു വേദനയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് 40-നുള്ളിൽ തന്നെ നടത്തിയതിൻ്റെ ഒരു അത് വല്ലാത്തൊരു അത് മനഃപൂർവ്വം ചെയ്ത പോലെ ആയിപ്പോയതല്ലേ, സാധാരണ ഒരിക്കലും ആരും ചെയ്യാത്ത അതൊരു. പിന്നെ അതും നന്മയ്ക്കാണ്. കാരണം ഞാൻ ഇതും പറഞ്ഞിരിക്കാൻ പറ്റുമോ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാതിരിക്കും. അപ്പം ദൈവം ആഗ്രഹിച്ചു അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് ഫുള്ളി ആ ഒരു ആക്റ്റീവ് മോഡിലേക്ക് പോയി. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം? ചില CPM-കാരുടെ പ്രസ്താവനകൾ വേദനിപ്പിച്ചു. മരണമായിട്ട് അത് മരിച്ചു കഴിഞ്ഞൊരു ആളെ അദ്ദേഹത്തിൻ്റെ ആ പള്ളി അയോധ്യയാക്കി മാറ്റുമെന്ന് ഒരാൾ പറഞ്ഞു. അടുത്ത ആൾ അദ്ദേഹം തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് പറഞ്ഞു മരണത്തിൽ പോലും വിശുദ്ധനാകത്തില്ല എന്ന്. അതൊക്കെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തെ പിന്നെ വിവാഹത്തിലേക്ക് വലിച്ചയക്കേണ്ട എന്നുള്ളതൊരു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അവരുടെ ഇഷ്ടമല്ലേ, അവർ ഇത്ര നാൾ ചെയ്തു, ഇനി തുടരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം, ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ചാണ്ടിയെക്കുറിച്ച് കുറേ പരാതികളാണ് ഞാൻ പിന്നീട് കേട്ടത്. ചാണ്ടി അവിടെ മണ്ഡലത്തിൽ ശ്രദ്ധിക്കുന്നില്ല, മരണ വീടുകളിൽ പോകുന്നില്ല, നാട്ടുകാർക്ക് അവൈലബിൾ അല്ല എന്നൊക്കെയുള്ള പരാതികളാണ് ഞാൻ കേട്ടത്. പരാതിയെല്ലാം തെറ്റാത്ത അല്ല ആ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനെ മാറിയത് നടക്കും, അത് വേറെ കാര്യം. ഞാൻ അപ്പോഴും മരണ വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് മരണ വീടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പം ഞാൻ സംസ്ഥാന ഒട്ടുക്ക് തന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അവിടെയും പോകണം. ഇതും രണ്ടും കൂടെ ഞാൻ മാനേജ് ചെയ്തൊരു ട്രപ്പീസിൻ്റെ കൂട്ടാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കുറേ തെറ്റിദ്ധാരണകളാണ് ആൾക്കാർക്ക് വരിക. അത്രേ ഉള്ളൂ. പെട്ടെന്നൊരു മാറ്റം വന്നെങ്ങനെ? അതായത് ഞാൻ പൾസ് എടുക്കുമ്പോൾ ചാണ്ടി, എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോഴത്തെ പറയാം, ചാണ്ടി വളരെ ഒരു ഇതിൽ ജയിച്ചു കഴിഞ്ഞ് വളരെ ജനപ്രിയത നഷ്ടപ്പെടുന്നു എന്നൊരു രീതിയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ അപ്പം വിലയിരുത്തിയിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 26-ലെ തെരഞ്ഞെടുപ്പ് ജയിക്കും, കാരണം UDF തന്നെ. പിന്നെ 31-ാം തെരഞ്ഞെടുപ്പ് തോറ്റു പോകുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ പക്ഷേ 30 എത്തിയിട്ടില്ല. അല്ലല്ല, പക്ഷേ ഞൊടിയിടയിൽ ചാണ്ടിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഞാൻ അവിടെ നിന്ന് പരാതിപ്പെട്ടവരെല്ലാം ചാണ്ടി ഭക്തരായി. എൻ്റെ അടുത്ത് പരാതിപ്പെട്ട നിങ്ങളുടെ പാർട്ടിയിലെ മണ്ഡലം നേതാക്കളുണ്ട്, അല്ലെങ്കിൽ സീനിയർ നേതാക്കളും ജൂനിയർ നേതാക്കളും സഹപ്രവർത്തകരും എൻ്റെ അടുത്ത് എത്തിപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഞൊടിയിടയിൽ ചാണ്ടിയുടെ ഫാൻസായി മാറുകയും. അതെങ്ങനെ സംഭവിച്ചു? ആ മാജിക്കുന്നത് അതെനിക്കറിയത്തില്ല, അവർക്കേ അറിയത്തുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ തുടങ്ങിയപ്പോഴും അതേ ഫീലിംഗ്, ഇപ്പോഴും അതേ ഫീലിംഗ്. എൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടേയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം. അത് ജനങ്ങളുടെ ഇടയിലല്ല, അത് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഇടയിൽ ചിലപ്പോൾ കണ്ടേക്കാം അവിടുത്തെ ലോക്കലി. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരിക്കലും ഒരു പൾസ് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ മത്സരിച്ചപ്പോൾ അതേ ഫീലിംഗാണ് തുടർന്നും എനിക്ക് കിട്ടിക്കൊണ്ടത്. അതിനകത്ത് ചിലർക്ക് എല്ലാ മരണ വീട്ടിലും എത്താത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയത്തില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ ഓടിയെത്തുന്നത് പ്രാക്ടിക്കലല്ല. കാരണം ഒന്ന്, എനിക്കൊരു 50 വീടിൻ്റെ ഒരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ 5 പൈസയില്ല. ഞാനെങ്ങനെ നടത്തിയെടുക്കും? ഞാൻ ചാടിപ്പോവുകയും ചെയ്തു. ഈ
ഫണ്ട് തരാമെന്ന് പറഞ്ഞവർ പിന്മാറിക്കളഞ്ഞു. അതിനായിട്ട് അവർ എന്നെ ഒരു ഇത് കുഴി ചാടിച്ചതാണ്. അവരുണ്ടെന്ന് പറഞ്ഞു, പിന്നെ പറയാം അങ്ങനെ ഒരാളില്ലെന്ന് പറയും. അപ്പം ഞാനൊന്നും പെട്ടു. പിന്നെ എനിക്കിത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാം. കാരണം 50 വീട്ടുകാരോട് ഞാൻ പറഞ്ഞൊരു വാക്കാണ്, എനിക്കത് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ തറക്കല്ലിട്ടതാണ്. അപ്പോൾ എനിക്കത് ചെയ്യണം. അപ്പോൾ എനിക്ക് സിസ്റ്റർ ലിസി ചക്കാലക്കരെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ആവശ്യമായി. അവർ 200 വീട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 50 MLA ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ ചോദിച്ചു. അതുകൂടെ ആ പ്രോജക്റ്റ് എന്തായി? അത് നമ്മൾ 43 വീട് കൊടുത്തു. 7 വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇലക്ഷൻ വന്നത്. 100 വീട് പ്രഖ്യാപിച്ചു. 200 വീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുത്തെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ. നമ്മുടെ മണ്ഡലവും ഇപ്പോൾ പുറത്തുകൂടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ. എങ്ങനെയാണ് ഫണ്ട് ശേഖരം? ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഫണ്ട് ശേഖരം? ഫണ്ട് ശേഖരണം ഞാൻ പറഞ്ഞില്ല. അതിനാണ് ഞാൻ എൻ്റെ ഇലക്ഷൻ എക്സ്പെൻസ് കട്ട് ഷോട്ട് ചെയ്തത്. എനിക്ക് ഈ 2 വർഷത്തെ അനുഭവം കൊണ്ടാണ് ആ ഒരു ഫീൽ വന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഇലക്ഷൻ എക്സ്പെൻസ് കട്ട് ഷോട്ട് ചെയ്ത് എൻ്റെ കിട്ടുന്ന ഫണ്ട് അങ്ങോട്ട് ആക്കാൻ തീരുമാനം. ഇലക്ഷൻ എക്സ്പെൻസിൽ എങ്ങനെയൊക്കെയാണ് ലാഭിച്ചത്? ഫ്ലെക്സ്, പോസ്റ്റർ. ഫ്ലെക്സേ ഇല്ലായിരുന്നു ഒരിടത്തും ഞാൻ വെച്ച പോലും ഞാൻ 1-2 പേരെടുത്ത് വെച്ചു. ഞാൻ പോയി കയറിക്കളഞ്ഞു. അപ്പോൾ പുതുപ്പള്ളിയിൽ ഞാൻ ആ സമയത്ത് വന്നില്ല. പുതുപ്പള്ളിയിൽ ജാൻഡിയുമിൻ്റെ ഒരു ഫ്ലെക്സേ ഇല്ല, പോസ്റ്റർ വെച്ചിട്ട് പോസ്റ്ററും ഇല്ല, ചുവരെഴുത്ത് മാത്രം. പിന്നെ ഇത് ലീഫ്ലെറ്റ് വീട്ടിൽ കൊടുക്കും. വീട്ടിൽ. അപ്പോൾ വളരെയധികം ചിലവ് കുറഞ്ഞു. ഏറ്റവും വലിയ ചിലവ് അതായിരുന്നു. ഏറ്റവും വലിയ ചിലവ് വെച്ചാൽ നമുക്ക് ഫ്ലെക്സ് അടിക്കണം, പോസ്റ്റർ അടിക്കണം, ഇത് ഒട്ടിക്കാൻ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പേരിൽ വഴക്ക് നടക്കും. അപ്പോൾ ആൾക്കാർ ഞങ്ങളുടെ മണ്ഡലത്തിൽ പൊളിറ്റിക്കൽ കേസേ ഇല്ല, കാരണം കിരണ്ടി വന്നിട്ടില്ല. മൈക്ക് അനൗൺസ്മെൻറ്റ് വിരളമായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സാധാരണ പോലെ ഇല്ലായിരുന്നു, വിരളമായിട്ട് അവസാന ദിവസങ്ങൾ കുറച്ച്. അപ്പോൾ ചിലവ് എത്ര നിർത്താൻ പറ്റി? ഞാൻ 21 ലക്ഷം. എൻ്റെ ഇത്ര ചിലവേ നമുക്ക് വന്നിട്ടുള്ളൂ. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് MLA ചിലവാക്കിയ തുക ഞാൻ പറയട്ടെ, 2.25 കോടി രൂപ. ഞാൻ കണക്കിൽ പെടുത്തത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. എനിക്ക് കറക്റ്റ് കണക്കറിയാതെ 2.25 കോടി രൂപ. ഞാൻ അന്വേഷിച്ചപ്പോൾ 2.5 കോടി രൂപയ്ക്കും 3.5 കോടി രൂപയ്ക്കും ഇടയിലാണ് എല്ലാ മണ്ഡലത്തിലും എല്ലാവരും ചിലവാക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് അവർ വലിയ പ്രചരണം നടത്തിയില്ലേ? അവരും വലിയൊരു പോയില്ല. അവർ ഫ്ലെക്സും കൊണ്ട് വെച്ചെങ്കിലും വലിയൊരു അതിനും പോയില്ല അവർ എന്ന് വേണേൽ പറയാം. അവരും അല്ല, അപ്പോൾ ഒരു ആശങ്ക ഇടയ്ക്കലുണ്ടായില്ല ഇങ്ങനെ? എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല. ഇല്ല, എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല. ആ പൾസ് അറിയായിരുന്നു ജനങ്ങൾ അതിവൈകാരികമായി തരുന്നത്. കൃത്യമായിട്ടും ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്ത് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. വീടുകളിൽ ഓൾമോസ്റ്റ് കയറാൻ പറ്റി ആ സമയത്ത്? വീടുകൾ അങ്ങനെ കയറിയിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ ഓൾറെഡി 2000 വീട് കയറിയായിരുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ ഇത് കൂടുതൽ സൈക്കിളിൽ പോയി ആൾക്കാരെ സൈക്കിളിലായിരുന്നു മൊത്തം. ഒരു ഇത് മോർണിംഗ് 6 o'clock ഞാൻ ഇറങ്ങുമായിരുന്നു. എന്നിട്ട് ഒരു 10-11 ആകുമ്പോൾ ഞാൻ തിരിച്ചു പോരും. ടൗണിലെ പ്രോഗ്രാമിലൊക്കെ അല്ല അങ്ങനെ തന്നെ? ടൗണുകൾ പ്രോഗ്രാമില്ലേ? അത് പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനമുണ്ട്, അത് വേറെ. അതായിരുന്നു പര്യടനം അല്ലേ? പിന്നെ കലാശക്കൊട്ടും ഇല്ലായിരുന്നു. കലാശക്കൊട്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഈ പ്രവർത്തകർ പറയുമായിരുന്നത് വേണ്ട, നമുക്ക് റിസ്ക് വേണമെന്ന് പറയല്ലായിരുന്നു? ഇല്ല, എൻ്റെ അടുത്ത് അങ്ങനെ വലിയ ഒബ്ജക്ഷൻ പറഞ്ഞു. ഈ പ്രവർത്തകർക്ക് ഒരു ആവേശം വേണമെങ്കിൽ അവന്മാർക്ക് ഇതൊക്കെ വേണ്ട. ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ദേ ആർ ഹാപ്പി. ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു. ആദ്യം എൻ്റെ അടുത്ത് ആശങ്ക എൻ്റെ സീനിയർ ലീഡർഷിപ്പ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടപ്പം ആർക്കും പ്രശ്നമുണ്ടായില്ല. ഈ മോഡൽ എല്ലാവരും ഏറ്റെടുക്കും? വേറെ ആരെങ്കിലും ഏറ്റെടുക്കാൻ സാധ്യത കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഇലക്ഷൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചെയ്തതാണ്. എല്ലാവരും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനൊരു ക്യാമ്പയിൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഇങ്ങനൊരു പബ്ലിസിറ്റി ഉദ്ദേശിച്ച് ചെയ്തതല്ല. പക്ഷേ എനിക്ക് ഈ വീട് വെക്കണം എന്നുള്ളൊരു ഇത് വന്നുകൊണ്ട് അങ്ങനെ വന്ന് ചേർന്ന്. അങ്ങനെ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ ഭൂരിപക്ഷം. എനിക്കത് കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ ഏറ്റവും അധികം കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് 53,000 വോട്ട് ഭൂരിപക്ഷം. അത്രയും പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല. ഒരു 30,000 40,000 തലേ ദിവസം ഞാൻ മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കണക്ക് 30,000. ഞാനൊരു 40 പ്രതീക്ഷിച്ചു. അതിൻ്റെ അപ്പുറം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ CPM-കാരുടെ കോട്ടകളിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? എല്ലായിടത്തും. അത് മനസ്സിലായിരുന്നു ആ സമയത്ത്? ആ ഫീൽ വരുന്നു ഇത്രയും വോട്ട് കിട്ടുമെന്നുള്ളൊരു ഫീലിംഗ് എനിക്കില്ലായിരുന്നു. പക്ഷേ ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്, 2ാം തവണ MLA ആയതാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് ഞാൻ ഓർത്തഡോക്സ് സഭക്കാരനൊരു മന്ത്രിയില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ മന്ത്രിയാവേണ്ടതായിരുന്നില്ലേ? അതിപ്പോൾ പാർട്ടിയുടെ തീരുമാനമല്ലേ, പാർട്ടിക്കാരെ വേണേൽ മന്ത്രിയാക്കി. ഇത് സഭയും സമുദായവും
ഘടന നോക്കിയിട്ടല്ലല്ലോ, ആരുടെ മാനം അത് നോക്കിയിട്ട് നോക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുമ്പോഴും നോക്കുന്നുണ്ട്. ആരെ നോക്കിയിട്ടല്ലല്ലോ എല്ലാ മന്ത്രിമാരെയും വെക്കുന്ന സാഹചര്യം കാണും. ഞാൻ ഓർത്തഡോക്സ് സഭക്കാരൻ ആരുമില്ല, അപ്പം സഭയ്ക്കൊരു അതിർത്തി ഉണ്ടാവുമല്ലോ. കാരണം എക്കാലത്തും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന 2001 മന്ത്രിസഭയിലും ഓർത്തഡോക്സ് സഭക്കാരും 2001-ലായിരുന്നു ഓർത്തഡോക്സ് സഭ പരസ്യമായി 95 മന്ത്രിസഭയിലും ആരുമില്ലായിരുന്നു. ആണോ? അങ്ങനെ ഒരു എല്ലാ പ്രാവശ്യവും അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം. ഈ സഭാ തിരുമേനിമാർ അസ്വസ്ഥത വല്ലതും പറഞ്ഞോ? സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്ക് അവരുടെ കൺസേൺസ് കാണുമല്ലോ. അതിപ്പം അവർ ലീഡർഷിപ്പിന് മന്ത്രിയാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഇതിനകത്ത് മന്ത്രിയാവുന്നത് കുഴപ്പമില്ല, ആവുന്നത് നല്ല കാര്യം. പക്ഷെ ആയില്ല എന്ന് പറഞ്ഞ് അത് എൻഡ് ഓഫ് ദ വേൾഡ് അല്ലല്ലോ. ഇന്നിപ്പം ഞാൻ എൻ്റെ മണ്ഡലത്തിൽ തൊഴിലാളി യൂണിയൻ പ്രശ്നത്തിൽ ഇടപെട്ടു. എനിക്ക് ശക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ മന്ത്രി അല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. എനിക്ക് പോയി ഏതൊരു തൊഴിലാളിക്കും വേണ്ടി ബാധിക്കാൻ സാധിക്കും, ഏതൊരു പൊതുപ്രശ്നത്തിൽ ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശക്തനാവുന്ന ഇതില്ലാത്തപ്പോഴാണ്, മന്ത്രി അല്ലാത്തപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയാകത്തിന് ഇച്ഛാഭംഗമൊന്നുമില്ല, സ്വാതന്ത്ര്യം കിട്ടിയൊരു സന്തോഷത്തിലാണ്. പിന്നെ സജീവമായിട്ട് MLA എന്തെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവായിരുന്നു യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പ്, നമ്മളങ്ങനെ ഗ്രൂപ്പിൽ പറയുന്നില്ല, കമ്പ്ലീറ്റ് കോൺഗ്രസിനാണെങ്കിലും എ ഗ്രൂപ്പിൻ്റെ ഒരു ജീവൻ അദ്ദേഹമായിരുന്നു. അത് ഒരുപാട് നേതാക്കളെ സൃഷ്ടിച്ചതാണ്. പക്ഷേ ആ നേതാക്കളെല്ലാം അവസരം നോക്കി അദ്ദേഹത്തെ കൈവിട്ട് മറ്റ് വഴികളിലേക്ക് പോയൊരു ഫീലാണ് പലർക്കും. എ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായൊരു വികാരമാണ്. അതൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വല്ല ആലോചനയുണ്ടോ? അല്ല, ഇതിനകത്ത് ഞാനെന്നൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, അത് സംശയമില്ല. അല്ല, ഉമ്മൻചാണ്ടിയുടെ ഒരു 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 എന്താ പറയുക ലെഗസി ഉണ്ട്. ആ ലെഗസി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ രാഷ്ട്രീയം ഒരു പിൻഗാമികൾ നമുക്കറിയില്ല ആരാണിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്കാർ, നമുക്കറിയത്തില്ല. ആ ഒരു സാഹചര്യം റിവൈവ് ചെയ്യേണ്ടത് ആവശ്യമില്ല. തൽക്കാലം പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന് മുൻഗാമി ഞാനാണ്. അതതെ, പുതുപ്പള്ളിയിലെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ തന്നെ എനിക്ക് തോന്നുമ്പോൾ ഗ്രൂപ്പ് മാറിപ്പോയി, മറ്റു പലരും അതിപ്പോൾ എനിക്കറിയത്തില്ല. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അത് വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. ആരൊക്കെയാണ് അതിൻ്റെ നടത്തിപ്പും എങ്ങനെയാണ് അതിൻ്റെ പോകുന്നത്? ഇപ്പം ഞാനാണ് എൻ്റെ മാനേജിങ് ട്രസ്റ്റ്. അല്ല, ഞാൻ ട്രസ്റ്റി അല്ല, എൻ്റെ മദറാണ് എൻ്റെ ചെയർപേഴ്സൺ. ഞാനായിരുന്നു ചെയർമാൻ, പക്ഷെ ഞാൻ അത് പിന്മാറി. മദർ ആവട്ടെ എന്ന് വിചാരിച്ചുള്ള. അപ്പം ഞാനിപ്പോൾ പോസ്റ്റ് വഹിക്കുന്നില്ല. സെക്രട്ടറി ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള ഒരു പയ്യൻ ഹരീഷ് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നിപ്പം ഈ ദിവസം തന്നെയാണ് എൻ്റെ എക്സ്പാൻഷൻ ഞാൻ തീരുമാനിച്ചത്. അപ്പം കുറച്ച് MLA-മാരെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി, നമ്മുടെ മിനിസ്റ്റർ സിദ്ദിഖിനെയൊക്കെ ഉൾപ്പെടുത്തി അത് എക്സ്പാൻഡ് ചെയ്യാനും, ജില്ലാതലത്തിൽ കോർഡിനേറ്റർമാരെയൊക്കെ വെച്ച് അതിൻ്റെ ഓരോ ജില്ലയിലും ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയൊന്ന് പറയാം, എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ പഠന ഉപകരണ വിതരണം കുട്ടികൾക്കെല്ലാം, എല്ലാ മണ്ഡലത്തിലും. അതിനുശേഷം എൻ്റെ ഒരു പദയാത്ര ഞാൻ തുടങ്ങുന്നുണ്ട് ഡ്രഗ്സിനെതിരെയുള്ള. ഇപ്പം കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നടക്കുക. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം നടക്കാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഫ്രീ ആണ്, ഏറ്റവും സർവ്വസ്വതന്ത്രനായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പം ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഞാൻ MLA ആയപ്പോൾ തൊട്ട് അതിനെതിരെ നടത്തുന്നൊരു പോരാട്ടമാണ്. അപ്പം അതും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു പ്രവർത്തന ഭാഗമാണ്. എന്നത്തേക്ക് തുടങ്ങാൻ? ഓഗസ്റ്റാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ പ്ലാനിങ് ഒന്ന് നടത്തണം. ഞാനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഫൈനൽ മാപ്പ് ആയിട്ടില്ല. അതിൻ്റെ ഡ്രഗ്സിനെതിരെ പറയുമ്പോൾ ക്യാമ്പസുകൾ വരുമോ? ക്യാമ്പസ് വരും, സ്കൂളുകൾ വരും, എല്ലാ സ്ഥലങ്ങളും വരും. അങ്ങനെ സന്ദർശിച്ച് സ്കൂളും ക്യാമ്പസും കയറി വരാനാണ്. അങ്ങനെ തന്നെ ആയിരിക്കും, അത് തന്നെ ആയിരിക്കും ഒരു പ്ലാൻ. ഒരു ഫൈനലായിട്ടില്ല. അല്ല, ഈ ജില്ലാ തലത്തിലൊക്കെ ഇങ്ങനെ പരിപാടി നടത്താൻ അതിന് ഫണ്ട് ശേഖരണമൊക്കെ അവിടെ തന്നെ ശേഖരിക്കണം? അല്ല, അതിന് ഫണ്ട് ശേഖരണം വരുന്നത് ഞാൻ ഒറ്റയ്ക്ക് നടക്കാനാണ് തീരുമാനിക്കുന്നത്. അല്ല, മറ്റേത് ഞാൻ പറഞ്ഞ ഈ ജില്ലാ തലത്തിൽ വ്യാപിപ്പിക്കുന്നുണ്ടല്ലോ, അത് ലോക്കലിൽ തന്നെ അവർ ചെയ്യേണ്ടി വരും. ലോക്കലിൽ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെന്മാറ ചെയ്തു, അവർ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കും നടത്തുന്നത്? ഫൗണ്ടേഷൻ തന്നെ നടത്തുക. അത് ലോക്കലി ഫൗണ്ടേഷന് ഓരോ ജില്ലയിലും ചാപ്റ്റർ ഉണ്ടാവും. ആ ജില്ല ചാപ്റ്ററിന് മണ്ഡലത്തിൽ ചാപ്റ്റർ കാണും, അവർ ചെയ്യണം. ഫണ്ട് ശേഖരിക്കുമ്പോഴും അവർക്ക് അക്കൗണ്ടിൽ വരണ്ട, അല്ലാതെ തന്നെ ശേഖരിച്ച് നടത്തിയാൽ പരിപാടി. അവർ മെറ്റീരിയലായിട്ട് മേടിക്കുന്നതായിരിക്കും അത്തരത്തിൽ. അവർ ലോക്കലി സ്പോൺസറിനെ കണ്ടെത്തി അവർ ചെയ്യും, അല്ലാതെ അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല. വേറെ എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു പദ്ധതി? പിന്നെ ഹൗസിങ്, നമ്മുടെ ഇപ്പോഴത്തെ സ്വപ്നം. ഞാൻ ആദ്യത്തെ വീടിന് തറക്കല്ലിട്ടപ്പോൾ ഞാൻ പറഞ്ഞ സ്വപ്നം ഒരു ദിവസം 1000 വീട് ചെയ്യണമെന്നാണ് എൻ്റെ സ്വപ്നം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് 50 വീട് തീർന്നപ്പോൾ 200 വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 50 വീട് ചെയ്തു തരാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു 50 പൈസ മുടക്കി ചെയ്തു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് അപ് ടു ഹിം. അത് ഞങ്ങൾ ഒരിക്കലും ഫണ്ട് മേടിക്കുന്നില്ല.
കോൺട്രാക്റ്റിന് കൊടുത്താണെങ്കിൽ കോൺട്രാക്റ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പണി ചെയ്യുക, അങ്ങനെ പണി ചെയ്യട്ടെ. അത് ശരി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ വന്ന് എനിക്ക് 3 ഏക്കർ തന്നു. ഓൾറെഡി ഒരാളെ 1 ഏക്കർ അയാൾ തന്നിരുന്നു. ഇപ്പം 3 ഏക്കറോട് അയാൾ തരികയാണ്. അപ്പം അതും ആൾക്കാർക്ക് പാകത്താനത്ത് പുതുപ്പള്ളി. അദ്ദേഹത്തിന്റെ പേര് പറയാം. 3 ഏക്കർ സ്ഥലമൊക്കെ സൗജന്യമായിട്ട് തരണം. പേര് ഞാനിപ്പം അദ്ദേഹത്തിന് അനുവാദം മേടിക്കണം. അതെ അതെ, അദ്ദേഹത്തിന് ചോദിച്ചിട്ടോ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ. എന്നാലും 3 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് തരുക, അവിടെ വീട് പണിത് കൊടുത്തോളാം. വീട് പണിത് ഞാൻ അത് അങ്ങനെയാണെങ്കിൽ സ്ഥലം മാത്രമേ കൊടുക്കുള്ളൂ, അത് വീട് കൊടുക്കത്തില്ല, അത് അവർ പണിയേണ്ടി വരും. നമ്മൾ സ്ഥലം വീടില്ലാത്തവർക്ക് കൊടുക്കും, സ്ഥലമില്ലാത്തവർക്ക് നമ്മൾ ഇത് കൊടുക്കും. മറ്റേ പ്രോജക്റ്റ് വേറെയാ, അത് സ്ഥലമുള്ളവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ സ്ഥലം നമ്മൾ 3 ഏക്കർ സ്ഥലം അദ്ദേഹം തന്നെങ്കിൽ നമ്മളത് അർഹതയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അത് 5-10 സെൻറ്റ് 5ആയിരിക്കും അല്ലേ, 5 സെൻറ്റ് കൊടുക്കണോ? ഞങ്ങളിപ്പോൾ 3 സെൻറ്റുള്ള സ്ഥലത്താണ് വീട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ റോഡും അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കും. റോഡ് വേണമല്ലോ, അതൊക്കെ ഒരു ആവശ്യം. അതുള്ളൂ. അങ്ങനെ സ്ഥലം മേടിച്ച് നമ്മൾ കൊടുക്കുന്ന പദ്ധതി. അതാ വെച്ചാൽ ആൾക്കാരെ പുതുപ്പള്ളിയിലെ ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമാണ്. അവർ പലരും സ്ഥലം നൽകാൻ, ആൾക്കാരെ സഹായിക്കാൻ ഇത് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളവരാണ്. എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഫോക്കസ് ചെയ്യും കൂടുതൽ. ഉറപ്പായിട്ടും. വേറെ എന്തൊക്കെയാണ് രാഷ്ട്രീയ പദ്ധതികൾ? ഞാൻ MLA ആണ്. എൻ്റെ മണ്ഡലത്തിലെ വികസനം, എൻ്റെ മണ്ഡലത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, IPL നടത്തണമെന്നൊരാഗ്രഹം. അതിനുവേണ്ടി ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലമുണ്ടോ? അവിടെ സ്ഥലമുണ്ടോന്നോ? അതിന് 22 ഏക്കർ മതി ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വരണമെങ്കിൽ. പക്ഷെ അവിടെ ഒരു കൺസേൺ ഉള്ളത്, നമുക്കൊരു എയർപോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആവത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നം. സ്ഥലമൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അത് നമ്മൾ ശ്രമിക്കുകയാണ് അതിനൊക്കെ. ഈ എറണാകുളത്തുനിന്ന് കോട്ടയത്തേക്ക് വരെ നല്ല റോഡില്ല. ഞാൻ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട അതൊന്ന് ആലോചിച്ച് നോക്കി. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട നല്ല വഴിയില്ല. എന്തുകൊണ്ട് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ഒരു നല്ല വഴി പുതുപ്പള്ളി മണ്ഡലത്തോടെ നടത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ ഉള്ളവർക്ക് നല്ല വീതിയുള്ള റോഡേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 4 വരിയുള്ള എന്തൊരു പാടാണ്. ഏറ്റവും അവിടെ നിന്ന് ഇറങ്ങി ഈ ഏറ്റുമാനൂരിൽ നിന്ന് എറണാകുളം അവർ പോകുന്ന എന്തെല്ലാമോ വഴികളിലൂടെ. മൂവാറ്റുപുഴ റോഡ് നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ നേരെ നിങ്ങൾ കോട്ടയത്തു നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്നു കരുതുക. കോട്ടയത്ത് പത്തനംതിട്ടയ്ക്ക് വേണമെങ്കിൽ കോട്ടയത്ത് നിന്ന് പല സ്ഥലങ്ങളും പോയി തലയോലപ്പുറം പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അല്ലെങ്കിൽ പല 100,000 വഴികളൂടെ വരണം നമ്മൾ. എന്നിട്ട് ഏറ്റുമാനൂർ കോട്ടയം വരെ പോകണം, 1 മണിക്കൂർ എടുക്കും. ഇതും കഴിഞ്ഞിട്ട് ഈ കോട്ടയം ചാടി വേണം നമ്മൾ പാമ്പാടി ചെന്നിട്ട് വല്ലം വേണം പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട്. പത്തനംതിട്ട ടു എറണാകുളം കോട്ടയം വഴി ഒരു നല്ല 4 വരി പാത, അതൊരു വലിയ മാറ്റമാകത്തില്ല. അതിനൊരു ആലോചന പുതുപ്പള്ളിക്കാനുള്ള സ്കോപ്പില്ലേ? അത് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊക്കെ എൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഡെൻസ് പോപ്പുലേഷനാണ് ഈ ഏരിയ. നമുക്കൊരു മുഴുവൻ ആളുകളാണ്. കുടി ഒഴിപ്പിക്കൽ പ്രാക്ടിക്കലല്ല. അതിന് അവരെല്ലാം എഗ്രി ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്കതിനകത്തൊരു അക്സെപ്റ്റൻസ് ഉള്ളൂ. അതൊരു കൺസെൻസ് ബിൽഡിങ് വേണം. ഞാനിത് പലതവണ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എറണാകുളത്തുനിന്ന് കോട്ടയം പത്തനംതിട്ടയ്ക്ക് പോകേണ്ടി വന്നിട്ട് പല തവണയും ഒരു വഴിയില്ലാത്തത് കൊണ്ട്. വഴിയില്ലാത്തൊരു പ്രശ്നമാണ് ഞാൻ സമയത്ത്. വേറെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളുണ്ട്. പക്ഷെ ആ വഴി ഞാനിതൊരു അത്ഭുതത്തോടെ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വഴിയില്ല എന്നുള്ളത്. സഹോദരിമാർ അവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ചേച്ചിയല്ലേ മൂത്ത? രണ്ടുപേരും അച്ചു രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. മറിയയ്ക്ക് ഇപ്പം ഈ ഇലക്ഷനൊക്കെ ഈ ഇലക്ഷൻ ഒരുപാട് വർക്ക് ചെയ്തു. എന്ത് കാണുന്നു ചേച്ചിയുടെ മറിയയുടെ രാഷ്ട്രീയം? അച്ചു പക്ഷേ ഇപ്പം രാഷ്ട്രീയം വിട്ട് ദുബായിൽ. രാഷ്ട്രീയം വിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അച്ചുവിനും രാഷ്ട്രീയം താല്പര്യമുള്ള ആളാണ് ഇപ്പോഴും. ഞങ്ങളെല്ലാം ജനിച്ച അങ്ങനെയല്ലേ, പിന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യം. പക്ഷെ അച്ചു ദുബായിലായി പോയില്ലേ? അതുകൊണ്ടെന്താ എപ്പോൾ വേണേ വന്നൂടെ? ദുബായ് ഡൽഹി പോകുന്നതിനെ കാട്ടി എളുപ്പമായിട്ട്. അച്ചുവിനെ നിർത്തണമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് മറിയെ നിർത്തണമെന്ന് പറഞ്ഞ് ചെങ്ങന്നൂർ മറിയ വേണമെന്ന് എന്നെ പലരും കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ തൽക്കാലം അവരോടൊക്കെ പറഞ്ഞു ഒരാളുണ്ടല്ലോ അദ്ദേഹം മതി. പിന്നെ അത് എൻ്റെ സ്റ്റാൻഡേർഡായിരുന്നു. പക്ഷെ മറിയ തവണ വളരെ സജീവമായിരുന്നു. സജീവമായി ഇനി മത്സരിക്കാനൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെനിക്കറിയില്ല. അല്ല, ഈ മറിയ മത്സരിച്ചാൽ ഞാനില്ലെന്ന് ചാണ്ടി പറഞ്ഞു. വാർത്ത വന്നായിരുന്നു അവിടെ. വാർത്ത എന്തൊക്കെ സോളാർ സമയത്ത് എന്തൊക്കെ വാർത്ത? ആണ് അവർ മത്സരിക്കട്ടെ, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് ചാണ്ടി പറഞ്ഞതാണ്. ഞാൻ ആരോട് പറഞ്ഞു? വാർത്ത വന്നു അവിടെ. വാർത്ത എന്ത് വേണം വന്നൂടെ? എനിക്ക് അമേരിക്കൻ കമ്പനിയുടെ CEO ആണെന്ന് ഞാൻ വാർത്ത വന്നില്ലേ? UDF ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നു. VD സതീശൻ പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ആ സ്വപ്നം സഫലീകരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും പിണറായിയുടെ ഭരണം അവസാനിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. നീ ചെറിയ പേടിയടക്കി വരാറുണ്ട് ഈ മുഖ്യമന്ത്രി ഒരു 2ാം പിണറായി ആവുമോ എന്നുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ. എങ്ങനെ ഈ സാമ്പത്തിക ക്രൈസിസിനൊക്കെ നേരിടാൻ പറ്റുമെന്നാണ് MLA? വലിയ പ്രതിസന്ധിയിലാണല്ലോ. നമുക്ക് 5-6 ലക്ഷം കടമുണ്ട്. ഇന്നലെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് കൂടിയപ്പോൾ ഷോക്കിംഗ് ആണ് എന്നാണ് CM പറഞ്ഞത്.
അതിൻ്റെ എന്നാ വൈറ്റ് പേപ്പർ പറയുമ്പോൾ നമുക്കറിയൂ. ഷോക്കിംഗ് ആണ് സിറ്റുവേഷൻ. ആണ്. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തന്നെ 3000 കോടി കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. കോൺട്രാക്ടർമാർക്ക് അവർ ഇൻ്റർവ്യൂ ചെയ്താൽ മാത്രമേ ഇവിടെ ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഈ ഇത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റാത്തപ്പോൾ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കേരളം ഇന്ന് ഫേസ് ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ട് വേണം. പക്ഷേ കേന്ദ്ര സർക്കാർ എത്ര സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കണ്ടിരിക്കാൻ ഉള്ള കാരണം. അത് മാത്രമേ ഇപ്പം നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വരുമാന സ്രോതസ്സില്ല. ഇല്ല. വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ കാറിൻ്റെ ഫൈൻ വെച്ച് ഇവിടെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ ബാറിൻ്റെ സാധനം വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതാണോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈറ്റീരിയ? അത് അടിയന്തരമായി മാറി നമുക്കൊരു വരുമാന സ്രോതസ് ഉണ്ടാവണം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് IT ഫീൽഡ് ഒരു പോസിബിലിറ്റിയാണ്. സ്പോർട്സ് മറ്റൊരു പോസിബിലിറ്റിയാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത മറ്റൊരു പോസിബിലിറ്റിയാണ് സ്പോർട്സ്. ഒരു സ്പോർട്സ് ബേസ്ഡ് എക്കോണമി ആണെങ്കിൽ നമുക്ക് വലിയ തലത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ പോർട്ട്, ഇപ്പം മുഖ്യമന്ത്രി കാണുന്ന സ്വപ്നം പോർട്ട് സിറ്റി എന്നുള്ളതാണ്. കേരളം ഒരു പോർട്ട് സിറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശയ. അത് സിംഗപ്പൂർ വളർന്ന പോലെ, ദുബായ് വളർന്ന പോലെ നമ്മുടെ വിഴിഞ്ഞം ഉപയോഗിച്ച് മാത്രം നമുക്ക് കേരളത്തെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ വിഴിഞ്ഞം നമ്മുടെ വലിയ സ്വപ്നം, ഇന്ത്യയുടെ സ്വപ്നമാണ്. കേരളത്തിന് മതി, ഇന്ത്യയുടെ സ്വപ്നമാണ്. ആ സ്വപ്നം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. എന്തെങ്കിലും ഈ വരാൻ ഭാവി കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും പദ്ധതി പറയാൻ പറ്റുന്ന എന്തെങ്കിലും മനസ്സിലായി? അല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു പദ്ധതി വേണ്ടത് നമ്മുടെ റോഡുകൾ ഒന്ന് നല്ലപോലെ കിടന്നാൽ മതി. ജനങ്ങൾ ഒറ്റ കാര്യം, എൻ്റെ അടുത്ത് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ വീട് കയറാൻ പോകുമ്പോൾ അവർ ഒറ്റ കാര്യം എന്നോട് പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് റോഡ് തരണം, നല്ല റോഡ് വേണം. നല്ല റോഡ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്ത് റോഡ് കുഴിക്കുക. ഞാൻ ഇറങ്ങി ചോദിച്ചു ആരാ പെർമിഷൻ തന്നെ? അപ്പോൾ 12 ദിവസം മുമ്പ് പെർമിഷൻ തന്നാൽ പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഇത്രയും ആൾ വരുന്ന ദിവസം നിങ്ങൾക്ക് കുഴിക്കണോ? അപ്പോൾ ഒന്നും ഉണ്ടായില്ല. അവർ ഞാൻ പറഞ്ഞു കുഴിച്ചൊക്കെ ശരി, ഒരാഴ്ച സമയം അതിനുള്ളിൽ നിങ്ങൾ റോഡ് തിരിച്ചാക്കണം. ഇത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലായിടത്തും റോഡ് കുഴിച്ചിടും, പിന്നെ തകർന്നു കിടക്കുക. പിന്നെ നമ്മളെങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും? നമുക്ക് പ്രധാനമായി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് കേരളത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനാണ്. നമുക്കിപ്പോൾ അതിനകത്താണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ ഒരു സ്വപ്നം നമുക്ക് ഉണ്ടാവാൻ സാധിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ആയുർവേദം തന്നെയാണ്. ഞാനതിനെ വലിയൊരു സാധ്യതയായിട്ടാണ് ഈ ബ്രിക്സിൻ്റെ സമ്മേളനം എൻ്റെ താല്പര്യത്തിലാണ് കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണിത് ഹോസ്റ്റ് ചെയ്യുന്നത്. എവിടെയാണ് നടത്തുന്നത്? കുമരകത്ത്, November 13 to 16. അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ കേരളത്തിൻ്റെ സാധ്യത ലോകത്തോട് പറയുക എന്നുള്ളതാണ്. അവരുടെ കോപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേഷൻ അവർക്കും കൊടുത്ത് നമ്മൾ പരസ്പരം ഒരു പൂരകങ്ങളായി വർക്ക് ചെയ്യാനും നമ്മുടെ എന്താ പറയുക കഴിവ്, നമ്മുടെ ആ ഉപയോഗം, നമ്മുടെ ആ എന്താ പറയുക യൂട്ടിലിറ്റി ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ലോകം നമ്മുടെക്ക് വരും. നമ്മുടെ ചെറുപ്പക്കാരെ എത്ര നാളെങ്കിലും വിദേശത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. ഇന്നലെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് IT മിനിസ്റ്ററിനെ കാണണം. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ? ഞങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ വിസ വേണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പയ്യനൊന്ന് അപ്സെറ്റായി. ഞാൻ പറഞ്ഞു ഇന്ത്യയെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചാലല്ലോ ഇവിടെ പ്രവർത്തിക്കുക. 19 വയസ്സേ ഉള്ളൂ. അവൻ എന്തോ ഒരു ഡെമോയ്ക്ക് വേണ്ടി സാൻ ഫ്രാൻസിസ്കോ പോകണം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു കണ്ടീഷൻ വെച്ചു, പോവാം, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ കത്ത് തരാമെന്ന് പറഞ്ഞു. ഞാനിന്ന് കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്ററെ കണ്ട് കത്ത് കൊടുക്കുകയും ചെയ്തു, അവനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാർക്ക് മൊത്തം ഇവിടെ ഉപയോഗിക്കേണ്ട കഴിവ് മൊത്തം വിദേശത്ത് കൊടുക്കുക. നിങ്ങളുടെ മണ്ഡലത്ത് ഒരുപാട് പേര് വെളിയിലല്ലേ? പിന്നെ എത്രയോ, ഇപ്പം എനിക്കൊരു 5000 വോട്ട് പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മണ്ഡലത്തിൽ തോമസ് കുര്യൻ, അദ്ദേഹം ഏറ്റവും കാശ് മേടിക്കുന്ന മലയാളിയാണ്, CEO, ഗൂഗിൾ ക്ലൗഡിൻ്റെ CEO ആണ്, പാമ്പടിക്കാരനാണ്. അയാൾ കഴിഞ്ഞ വർഷം 1,50,000 കോടി എങ്ങാണ്ട് ആന്ധ്രയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടേക്ക് വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മൊത്തം കേരളത്തിന് പുറത്തു പോയി, കേരളത്തിൽ പാമ്പാടി പഠിച്ച പയ്യനാണ് അവിടെ പോയി ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ IT രംഗത്ത് നമുക്ക് വലിയ കുതിച്ചാട്ടം. അതാണ് ഇപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, പുതുപ്പള്ളി ഒരു IT പാർക്കാണ്. എൻ്റെ ആദ്യത്തെ പ്രസംഗം കോട്ടയത്തിൽ IT പാർക്ക് വേണം, പുതുപ്പള്ളി തരാമെന്നാണ് പറഞ്ഞ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം എൻ്റെ ആഗ്രഹവും ആവശ്യവും പുതുപ്പള്ളിയിൽ IT പാർക്കാണ്. കാരണം കോട്ടയത്തിൽ IT പാർക്കില്ല, ബാക്കി എല്ലാ സ്ഥലത്തും IT പാർക്കുണ്ട്. ഒരു IT പാർക്കും ആവശ്യമാണ്. ഈ IT പാർക്ക് വന്നതുകൊണ്ട് IT കമ്പനികൾ വരണമെന്നുണ്ടോ? 100% അവിടെ വരും, എനിക്ക് ഉറപ്പാണ്. കാരണം കോട്ടയത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ വന്നിരിക്കും. ഞാനിത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി ഇടയ്ക്ക് ഓർത്തുപോയി. എനിക്ക് അങ്ങയുടെ ആകപ്പാടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളൊരു കാര്യം, ഈ
ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി അങ്ങ് പിണറായി വിജയനെ ക്ഷണിച്ചു എന്ന കാര്യത്തിലാണ്. അതിനൊരു തെറ്റുമില്ല. ഇല്ല, ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റാൻഡ് തന്നെ. അത് പിണറായി വലിയ മഹാനാന്നൊക്കെ അങ്ങ് പ്രസംഗിയൊക്കെ ചെയ്തത്. അല്ല, ഞാൻ എൻ്റെ പാർട്ടി ഒരു അനുസ്മരണം എൻ്റെ പിതാവിന് നടത്തി. അദ്ദേഹം മരിച്ചതിന് 3-ാമത്തെ ദിവസം ആരാ വന്നേ? സിദ്ധരാമയ്യാണോ? സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ വന്നേ. അതിനെന്താ തെറ്റ്? എന്താ തെറ്റ്? പിണറായിയെ ആണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഉമ്മൻചാണ്ടിയെ. പിണറായിയാണ് ഈ നാടിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അയാൾ ഇല്ലാതായി പോണേന്ന് പ്രായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആ മഹത്തായ ഓർമ്മയിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു. അതേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. എന്നാൽ അയാൾ എങ്ങനെയും നശിച്ചു പോയി. നമ്മളൊക്കെ ചീമുട്ടി എറിഞ്ഞ് അകത്ത് വന്നുകൊണ്ട് മാത്രമാണ് അറിയാം. രാഷ്ട്രീയമായി ഞാൻ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത ആളാണ്. ഇപ്പം ഈ പറഞ്ഞ അദ്ദേഹത്തിന് കറുത്ത ഡ്രസ്സ് ഇട്ട് വഴി പോയി ഒറ്റയ്ക്ക് കുത്തിയിരുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പം എൻ്റെ പാർട്ടി വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിളിച്ചത് തെറ്റില്ല. പാർട്ടി തന്നെ അതൊരു നോൺ പൊളിറ്റിക്കൽ ഇവൻ്റ് അല്ലേ. ഒരു അനുസ്മരണം എന്ന് പറയുമ്പോൾ, ഒരു മരണം എന്ന് പറഞ്ഞാൽ മരണത്തിലെവിടെയാണ് രാഷ്ട്രീയം, മരണത്തിലെവിടെയാണ് മതം, മരണത്തിലെവിടെയാണ് പാർട്ടി? അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി കള്ളക്കേസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ കഥ കൂടി വായിക്കണം. അദ്ദേഹം അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. പിണറായി വിജയൻ ചില നന്മകളുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമായി നമുക്ക് യോജിപ്പില്ല എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാന്ന് പറയാൻ പറ്റും. രാഷ്ട്രീയമായി യോജിപ്പല്ല, വ്യക്തിപരമായ ഉമ്മൻചാണ്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ കള്ളക്കേസുകളെടുത്ത് വൃത്തികേടുകൾ പറഞ്ഞ് എല്ലാ നാശം വെച്ച അയാളാണെങ്കിൽ അയാളിക്കും ശരിയാണെന്ന് എനിക്കിപ്പോഴും പൂർണ്ണ ബോധ്യം. ഇപ്പം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തെ ആരാണ് വിദേശത്തേക്ക് അയച്ചത് ട്രീറ്റ് ചെയ്യാൻ? ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നേതാവ് രാജീവ് ഗാന്ധി. ഈ രാജീവ് ഗാന്ധിയെ പറ്റി അതേ അടൽ ബിഹാരി വാജ്പേയിയും അതേ BJP എന്താ പറഞ്ഞേ? ഗലി ഗലി മേ ഷോർ ഹെ രാജീവ് ഗാന്ധി ചോർ ഹെ. അതേ രാജീവ് ഗാന്ധിയെ തകർത്ത് ഇത്രയും സത്യസന്ധനും ഇത്രയും നീതിമാനുമായ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രിയെ രാഷ്ട്രീയമായി എന്തെങ്കിലും ചെയ്തു. പക്ഷെ എന്താണ് രാജീവ് ഗാന്ധിയുടെ തത്വം? രാജീവ് ഗാന്ധിയുടെ തത്വം ഗാന്ധി എന്ന ആദർശമാണ്. ഞാൻ ഗാന്ധിയിലാണ് വിശ്വസിക്കുന്നത്. ഗാന്ധി ആദർശമാണ് എൻ്റെ ആദർശം. ശത്രു അല്ല അവരാരും. രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. ഞാൻ ശത്രു രാജ്യത്തെ പ്രധാനമന്ത്രിയല്ല വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ എന്താ പറയുക, എൻ്റെ വഴികാട്ടിയായ മഹാത്മാഗാന്ധി പാകിസ്ഥാന് വേണ്ടി ഉപവസിച്ച ആളാണ്. അതാണ് എൻ്റെ മാതൃക. പക്ഷേ എനിക്കതങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പിണറായി ആയതുകൊണ്ട്. മറ്റൊരാളാണ് കുഴപ്പമില്ലായിരുന്നു. നായനായരായിരുന്നെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ EMS ആയിരുന്നെങ്കിലും ഓക്കെ. പാകിസ്ഥാന് വേണ്ടി ഓർത്തു നോക്കണം. 1947 പാർട്ടീഷൻ ഉണ്ടാകുന്നത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഉണ്ടാകുന്നത് ആ സിറ്റുവേഷൻ ഓർത്തേ. അന്ന് പാകിസ്ഥാന് വേണ്ടി ഉപയോഗിച്ച ആളാണ് മഹാത്മാഗാന്ധി. എന്താണ്? ആരും ശത്രുവല്ല. ഈ ലോകത്തിൽ ആരും ശത്രുവല്ല. എല്ലാവരും മനുഷ്യനാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഞാൻ അങ്ങനെ കാണുന്നു. ഞാൻ തർക്കിക്കുന്നില്ല. എന്തായാലും ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തില്ലായിരുന്നു എന്തായാലും. കാരണം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പോലും ഉണ്ടാവരുത് എന്ന് വാശിയുള്ള മനുഷ്യനായിരുന്നു പിണറായി. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അവസാനം എനിക്കും ചില കാര്യങ്ങൾ അറിയാമല്ലോ അതിനകത്ത്. അദ്ദേഹത്തിന് ഒരിക്കൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊണ്ടുപോയി. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ പിണറായി വിജയൻ ആ ഡോക്ടറിനെ വിളിച്ചു. നിങ്ങളെന്താ ചെയ്തേ? ഉമ്മൻചാണ്ടി വളരെ ഫ്രഷായിട്ട് വന്നല്ലോ. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു. അല്ല, അത് കാരണം അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഇദ്ദേഹം ഈ ഡോക്ടറിനെ മുഖ്യമന്ത്രി കൺസൾട്ട് ചെയ്യുന്ന ആളാണ്. രവീന്ദ്രനായിരിക്കും. അതെ, എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി എഴുതി ചോദിച്ചു, ഉമ്മൻചാണ്ടി എന്താ ട്രീറ്റ്മെൻറ്റിന് പോകാത്തത്? രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, മനുഷ്യർ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് കാണത്തില്ലേ? ഞങ്ങളെല്ലാം ഇവിടെ ഏലിയൻസ് ആണോ? എല്ലാവരും മനുഷ്യരല്ലേ. അങ്ങനെ ഞാൻ ആരെയും ഡിമണൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഗാന്ധിയൻ ആദർശത്തിൽ എല്ലാവരും തുല്യരായി കാണുന്ന ആദർശത്തിലാണ് ഇന്നും വിശ്വാസം. അവസാനത്തെ ചോദ്യം, എന്താണ് വിവാഹം കഴിക്കാത്തത്? ഞാൻ ഒന്നും പറയുന്നില്ല, മ്യൂട്ട്. അല്ല, വിവാഹം കഴിക്കണം നിർബന്ധമൊന്നുമില്ല, എങ്കിൽ പോലും അങ്ങനെ ആലോചന ഉണ്ടോ? ഈ അടുത്ത കാലത്ത് എന്നോട് ആരാണ് പറഞ്ഞ് വിവാഹമൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, മന്ത്രി ആയതിനു ശേഷം വിവാഹം മാറ്റി വെച്ചിരുന്നത്. മ്യൂട്ട്. So, thank you. Thank you so much.